നമസ്തേ, പുത്തൻപുലരിയിലേക്ക് സ്വാഗതം. ഞാൻ രാഖി. കൊല്ലവർഷം 1200 ആണ്ട്, മിഥുനമാസം 31 തീയതി, ചതയം നക്ഷത്രം. 2025 ജൂലൈ 15 ചൊവ്വാഴ്ച. ഇന്നത്തെ രാഹുകാല സമയം ഉച്ചതിരിഞ്ഞ് 3 മണി മുതൽ 4:30 മണി വരെയാണ്. വാർത്തകളാൽ സമ്പന്നമായ ദിവസം തന്നെയാണ്. ആക്സിയം ദൗത്യ സംഘം ഇന്ന് ഭൂമി തൊടുകയാണ്. എന്തായാലും വിശദമായ വാർത്തകളിലേക്കൊക്കെ നമുക്ക് വരാം. അതിനു മുൻപ് തലക്കെട്ടുകൾ നോക്കാം. ഭൂമി തൊടാൻ ശുഭാംശു ശുക്ലയും സംഘവും. പേടകം ഇന്ന് തിരിച്ചെത്തും. ലാൻഡിംഗ് കാലിഫോർണിയയിൽ ഉച്ച കഴിഞ്ഞ്. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ തിരക്കിട്ട ചർച്ചകൾ. നയതന്ത്ര സ്വകാര്യ ചർച്ചകൾ പുരോഗമിക്കുന്നു. സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാർ. കീം ഇന്ന് സുപ്രീം കോടതിയിൽ. പരീക്ഷാ ഫലത്തിനെതിരെ കേരള സിലബസ് വിദ്യാർത്ഥികളുടെ ഹർജി പരിഗണിക്കും. CBSE വിദ്യാർത്ഥികളുടെ തടസ്സ ഹർജിയും കോടതിയിലെത്തും. റഷ്യയ്ക്ക് അമേരിക്കയുടെ അന്ത്യശാസനം. 50 ദിവസത്തിനകം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ 100% താരിഫ് ഏർപ്പെടുത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ്. തിരുനെൽവേലിയിൽ വയോധിക കൊല്ലപ്പെട്ടു. മരിച്ചത് തിരുവനന്തപുരം നെയ്യാർ സ്വദേശിനി. പീഡനത്തിനിടെയെന്ന സംശയം. ഒഡീഷയിൽ വിദ്യാർത്ഥിനി തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. അധ്യാപകന്റെ പീഡനത്തിന് പിന്നാലെയെന്ന് വിവരം. തിരുവനന്തപുരം നഗരസഭയ്ക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ BJP. മേയർ രാജിവെക്കും വരെ സമരമെന്ന പ്രഖ്യാപനം. കോഴിക്കോട്ടും പ്രത്യക്ഷ സമരത്തിലേക്ക്. കോർപ്പറേഷൻ അഴിമതിയുടെ ഹബ്ബ് എന്ന ആരോപണം. അഴിമതിക്കുരുക്കിൽ പാലക്കാട് കടമ്പഴിപ്പുറം സഹകരണ ബാങ്ക്. ഇടപാടുകളിലും നിയമനത്തിലും വ്യാപക ക്രമക്കേടെന്ന് BJP. വിജിലൻസിനും സഹകരണ മന്ത്രിക്കും പരാതി നൽകി. വിദ്യാർത്ഥിനികളെ ലക്ഷ്യമിട്ട ഡാർക്ക് നെറ്റ് സംഘം. കൊച്ചിയിൽ നിരവധി സംഘങ്ങൾക്ക് കെറ്റാമെലോൺ ലഹരി എത്തിച്ചു. എഡിസൺ ബാബുവിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ NCB ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. വെളിച്ചെണ്ണയ്ക്ക് പൊന്നും വില. ലിറ്ററിന് 470 രൂപ. താളം തെറ്റി കുടുംബ ബജറ്റ്. ഒരു വർഷത്തിനിടെ കുതിച്ചുയർന്നത് 3 ഇരട്ടി. ലോർഡ്സ് ടെസ്റ്റിൽ പൊരുതി വീണ ഇന്ത്യ. ഇംഗ്ലീഷ് വിജയം 22 റൺസിന്. തോറ്റിട്ടും തലയെടുപ്പോടെ രവീന്ദ്ര ജഡേജ. തുടരെ 4 അർദ്ധ സെഞ്ചുറികൾ. വിശദമായി തന്നെ വാർത്തകൾ നോക്കാം. ആദ്യം തന്നെ ആക്സിയം ദൗത്യ സംഘത്തിന്റെ മടക്കത്തെക്കുറിച്ചാണ്. 18 ദിവസത്തെ ബഹിരാകാശവാസത്തിന് ശേഷം ശുഭാംശു ശുക്ല ഇന്ന് ഭൂമിയിൽ തിരിച്ചെത്തും. ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ ശുഭാംശുവിന്റെ ഡ്രാഗൺ പേടകം കാലിഫോർണിയ തീരത്തിനടുത്ത് കടലിൽ ഇറങ്ങും. ഇന്നലെ ഉച്ചതിരിഞ്ഞ് 4:45 ഡ്രാഗൺ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് അൺഡോക്ക് ചെയ്തത്. 7 പരീക്ഷണങ്ങളാണ് ബഹിരാകാശത്ത് ശുഭാംശു ശുക്ല നടത്തിയത്. എല്ലാ പരീക്ഷണങ്ങളും വിജയകരം എന്നാണ് ISRO അറിയിച്ചിട്ടുള്ളത്. വിവരങ്ങൾ നൽകാനായി ഐസൻ ജോസ് ഉണ്ട്. ഐസൻ, ഗുഡ് മോർണിംഗ്. 22 മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിലായിരിക്കും ശുഭാംശു ഭൂമി തൊടുക. എങ്ങനെയാണ് നമുക്ക് വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കും? നീളുന്ന യാത്ര ഇന്ന് 3 മണിയോടെ അവസാനിക്കുമെന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. ഇന്ന് 3 മണിയോടുകൂടി അത് കൃത്യമായി ഭൂമിയിൽ പതിക്കും. ഭൂമിയുടെ അന്തരീക്ഷ മണ്ഡലത്തിലേക്ക് പ്രവേശിച്ച് കൃത്യമായി വേഗം കുറച്ചുകൊണ്ട് അത് ഭൂമിയിൽ കടലിൽ വന്നിറങ്ങുകയാണ് ചെയ്യുക. നേരത്തെ നമ്മൾ പലതവണ, അതായത് സുനിത വില്യംസിന്റെയും അതുപോലെ തന്നെ ഈ ബഹിരാകാശ പേടകങ്ങളുടെ പരീക്ഷണങ്ങളിലെല്ലാം തന്നെ കണ്ടതുപോലെ കൃത്യമായി 3 പാരച്യൂട്ടുകളുടെ വിന്യാസം നടന്ന് അത് കൃത്യമായി കടലിലിറങ്ങുകയാണ് ചെയ്യുക. ഇന്ന് 3 മണിയോടെ കടലിലിറങ്ങും. ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ കാലിഫോർണിയൻ തീരത്ത് കടലിലിറങ്ങും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം. നേരത്തെ രാഖി സൂചിപ്പിച്ചതുപോലെ ശുഭാംശു ശുക്ലയുടെ വൻ വിജയകരമായ ഒരു യാത്രയായിരുന്നു നടന്നത്. നേരത്തെ പലതവണ നമ്മൾ പരാമർശിച്ചിട്ടുള്ളതാണ്. അതായത് 1984 രാകേഷ് ശർമ്മയ്ക്ക്
വർഷങ്ങൾക്ക് ശേഷം രണ്ടാമതായി ബഹിരാകാശത്തെത്തുന്ന ഭാരതീയനാണ് ശുഭാൻഷു ശുക്ല. അദ്ദേഹം ബഹിരാകാശത്തെത്തിയതിന് ശേഷം അവിടെ ദിവസങ്ങളോളം ചെലവഴിച്ചത്, അതായത് 18 ദിവസത്തോളം ചെലവഴിച്ചത് ഒരു റെക്കോർഡാണ്. ആ റെക്കോർഡ് എന്ന് പറയുന്നത് നേരത്തെ രാകേഷ് ശർമ്മ സ്ഥാപിച്ച റെക്കോർഡിനേക്കാൾ വലിയ കൂടുതൽ ദിവസങ്ങൾ ബഹിരാകാശത്ത് തങ്ങിയ ഭാരതീയൻ എന്ന റെക്കോർഡ് നേടിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ മടങ്ങിവരവ്. അതുപോലെ തന്നെ മറ്റൊരു സുപ്രധാന റെക്കോർഡും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ശുഭാൻഷു ശുക്ല നേടിയത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യ ഭാരതീയൻ എന്ന അംഗീകാരം കൂടിയാണ്. ഇത്തരത്തിൽ റെക്കോർഡുകൾ സൃഷ്ടിച്ചും അതുപോലെ തന്നെ 7ഓളം പരീക്ഷണങ്ങൾ നേരത്തെ പലതവണ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഈ മസിലുകളുടെ വികാസം സംബന്ധിച്ചും അത് സ്റ്റെം സെല്ലുകൾ മസിലുകളായി മാറുന്നത് സംബന്ധിച്ചുള്ള മൈക്രോഗ്രാവിറ്റിയിലെ പല പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അത്തരം പരീക്ഷണങ്ങളും അതുപോലെ തന്നെ ആൽഗകൾ, അതായത് വളരെ ചെറിയ അളവിൽ കഴിക്കുകയും വലിയ തോതിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കളായ ആൽഗകളിൽ നിന്നുള്ള തരത്തിലുള്ള ഭക്ഷ്യോൽപാദനങ്ങൾ സംബന്ധിച്ചുള്ള പരീക്ഷണം, ഇതെല്ലാം തന്നെ ബഹിരാകാശ യാത്രയിൽ ഏറ്റവും സുപ്രധാനമായ ഘടകങ്ങളാണ്. അത്തരത്തിലുള്ള പരീക്ഷണങ്ങളും പിന്നെ വിത്ത് മുളപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള പരീക്ഷണങ്ങൾ, അത്തരത്തിൽ വിവിധങ്ങളായ പരീക്ഷണങ്ങൾ 4ഓളം പരീക്ഷണങ്ങൾ ഇതിന് പുറമേയും നടന്നിട്ടുണ്ട്. അത്തരത്തിൽ പ്രധാനമായ മനുഷ്യനെ തൊടുന്ന നിരവധിയായ പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, പലതവണ ചർച്ച ചെയ്തതും പ്രധാനമന്ത്രി തന്നെ പ്രഖ്യാപിച്ച ഒരു കാര്യമാണ് ഭാരതത്തിന്റെ സ്വന്തമായ ബഹിരാകാശ നിലയം ഉണ്ടാകുമ്പോൾ ഭാരതത്തിന്റെ ഈ വലിയ ജനസംഖ്യ, അതായത് വലിയ തോതിൽ 140-ലേറെ കോടി വരുന്ന ജനസംഖ്യയ്ക്ക് കാര്യക്ഷമമായ ജീവിതം, ശാസ്ത്രീയമായ അല്ലെങ്കിൽ കാര്യക്ഷമമായ മികച്ച ജീവിതം ഉറപ്പാക്കുന്നതിന് ശാസ്ത്രീയമായ പരീക്ഷണങ്ങൾ നടത്തുന്നതിന് സ്വന്തമായ ഒരു ബഹിരാകാശ നിലയം തന്നെ തയ്യാറാക്കാനുള്ള ഒരു നീക്കമാണ് ഭാരതം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഗഗൻയാത്രയും അത് ചന്ദ്രയാനും എല്ലാം തന്നെ ഭാരതത്തിന്റെ നേരിട്ട് ചന്ദ്രനിൽ ചെന്ന് മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കുക എന്ന ലക്ഷ്യം, അത്തരത്തിലുള്ള വിശാലമായ ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് കൃത്യമായ ഒരു ട്രജക്ടറിയിൽ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് ഭാരതം. അത്തരം നീക്കങ്ങളിലെല്ലാം തന്നെ ഏറ്റവും സുപ്രധാനമാണ് അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങളും അദ്ദേഹത്തിന്റെ അനുഭവ പരിചയങ്ങളും എന്നതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ നോക്കിക്കാണേണ്ടത്. തീർച്ചയായും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ഗവേഷണങ്ങളെല്ലാം വൻ വിജയമായിരുന്നു. അദ്ദേഹം ഭൂമിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായും കുട്ടികളുമായും ഒക്കെ സംവദിക്കുമ്പോഴെല്ലാം തന്നെ ഈ ഗവേഷണങ്ങളുടെ പ്രാധാന്യം സംബന്ധിച്ച് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അത്തരത്തിൽ നിരവധിയായ ഗവേഷണങ്ങൾ നടത്തി അതിന്റെ എല്ലാം പോസിറ്റീവ് റിസൾട്ടുമായാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. പോസിറ്റീവ് റിസൾട്ടിന്റെ ഡാറ്റ ഇവിടെ ലഭ്യമായി എങ്കിൽ കൂടി അത് സംബന്ധിച്ചപ്പോൾ ബഹിരാകാശത്ത് മുളച്ച വിത്തുകൾ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അത്തരത്തിലുള്ള വിവിധങ്ങളായ ഗവേഷണ ലക്ഷ്യങ്ങൾ നേടിക്കൊണ്ടുള്ള ഒരു തിരിച്ചുവരവ് കൂടിയാണ് ശുഭാൻഷു ശുക്ലയുടേത് എന്നതാണ് മറ്റൊരു പ്രത്യേകത. മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കടലിൽ ഇറങ്ങിയതിന് ശേഷം 7 ദിവസത്തെ ക്വാറന്റൈന് ശേഷമായിരിക്കും. ക്വാറന്റൈൻ എന്ന വാക്ക് നമുക്ക് ചിരപരിചിതമാണ്. അതായത് അവർക്ക് കൃത്യമായ പരിശീലനം അനിവാര്യമാണ്. അതായത് നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഈ ഭൂമിയിൽ എത്തുന്ന സമയത്തിന് മിനിറ്റുകൾ മുമ്പ് വരെ ഗുരുത്വാകർഷണ ബലം തീരെ കുറഞ്ഞ പ്രദേശത്താണ് അവർ കഴിയുന്നത്. സ്വാഭാവികമായും ശരീരത്തിന്റെ ഘടനയെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിന്റെ പ്രവർത്തനത്തെയൊക്കെ അത് പ്രതികൂലമായി ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പെട്ടെന്ന് ഗുരുത്വാകർഷണ മേഖലയിലേക്ക് എത്തുമ്പോൾ. അതുകൊണ്ട് തന്നെ ഗുരുത്വാകർഷണ മേഖലയിലേക്ക് എത്തുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിനുണ്ടാകാവുന്ന ആഘാതങ്ങൾ കുറയ്ക്കുന്നതിന് പൂർണ്ണമായും പരമാവധി ചലനം കുറച്ചുകൊണ്ട് കൃത്യമായ സുരക്ഷയോടെ അവരെ പുറത്തിറക്കുക എന്നതാണ് ഇനി അടുത്ത പടിയായി ഉണ്ടാവുക. അത്തരത്തിൽ ഓരോരുത്തരെയായി പുറത്തിറക്കി 7 ദിവസത്തെ വൈദ്യസഹായവും മെഡിക്കൽ പരിശോധനകളും അതുപോലെ തന്നെ മെഡിക്കൽ അസിസ്റ്റൻസും മറ്റു വ്യായാമങ്ങളും എല്ലാം ചെയ്തതിനു ശേഷം ഭൂമിയുടെ ഗുരുത്വാകർഷണ സാധ്യതയുമായി 7 ദിവസം കൊണ്ട് പൊരുത്തപ്പെട്ടതിന് ശേഷമായിരിക്കും ഇവരെ സാധാരണ ജീവിതത്തിലേക്ക് കടത്തിവിടുക. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ശുഭാൻഷു ശുക്ല ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുമായി സംസാരിക്കുമ്പോൾ തിരിച്ചു വന്ന് ഭാരതീയരെല്ലാവരും അദ്ദേഹത്തെ കാത്തിരിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തോട് വീഡിയോ കോളിൽ സംസാരിക്കുന്ന സാഹചര്യത്തിൽ, അതായത് ബഹിരാകാശത്ത് ഇരുന്നു കൊണ്ട് സംസാരിക്കുന്ന വേളയിൽ പറഞ്ഞത്. അതുപോലെ തന്നെ ഭാരതം മുഴുവനും കാത്തിരിക്കുകയാണ് ഭാരതത്തിന്റെ രണ്ടാമത്തെ ബഹിരാകാശ സഞ്ചാരി, അതായത് റെക്കോർഡുകൾ സൃഷ്ടിച്ച് പരീക്ഷണങ്ങൾ നടത്തി വൻ വിജയമായ ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം തിരിച്ചു വരുന്ന ശുഭാൻഷു ശുക്ലയെ സ്വീകരിക്കാൻ ഭാരതീയരെല്ലാവരും കാത്തിരിക്കുകയാണ്. 18 ദിവസത്തെ ബഹിരാകാശവാസത്തിന് ശേഷം ശുഭാംശു ശുക്ല ഇന്ന് ഭൂമിയിൽ തിരിച്ചെത്തുകയാണ്. ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് 3 മണിയോടുകൂടിയായിരിക്കും ഡ്രാഗൺ പേടകം കാലിഫോർണിയ തീരത്തിനടുത്ത് കടലിൽ ഇറങ്ങുക. ഇന്നലെ ഉച്ചതിരിഞ്ഞ് 4:45 ഡ്രാഗൺ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് അൺഡോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 7 പരീക്ഷണങ്ങൾ ബഹിരാകാശത്ത് നടന്നിരുന്നു. എല്ലാ പരീക്ഷണങ്ങളും വിജയകരവുമായിരുന്നു. ഐസൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്. കീം പരീക്ഷാ ഫലത്തിൽ കേരള സിലബസ് വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജി ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുന്നുണ്ട്. ജസ്റ്റിസ് PS നരസിംഹ ഉൾപ്പെട്ട ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. CBSE വിദ്യാർത്ഥികൾ നൽകിയ തടസ്സ ഹർജിയും കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. അതേസമയം തന്നെ സർക്കാരിന്റെ തിരക്കിട്ട മാർക്ക് ഏകീകരണ നീക്കത്തിൽ വലഞ്ഞിരിക്കുകയാണ് കേരള സിലബസ് വിദ്യാർത്ഥികൾ. ഈ മാസം 14-നകം പ്രവേശന നടപടികൾ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദുവിന്റെ വാക്കും പാഴായിട്ടുണ്ട്.
AICTE സമയക്രമം അനുസരിച്ച് എഞ്ചിനീയറിംഗ് പ്രവേശനം പൂർത്തിയാക്കേണ്ടത് ഓഗസ്റ്റ് 14-നകമാണ്. സർക്കാരിന്റെ പിടിവാശിയിൽ ഈ സമയക്രമവും പാലിക്കാനായില്ല എന്നുള്ളതാണ് വിവരങ്ങൾ നൽകാനായി ഡൽഹിയിൽ നിന്ന് നന്ദഗോപനും തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ പാലോട്ടുമടവും ഉണ്ട്. ആദ്യം പോകുന്നത് അഖിലിലേക്കാണ്. അഖിൽ, സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടിയേറ്റാൽ ഭാവി തുലാസിലാകുന്നത് കേരള സിലബസ് വിദ്യാർത്ഥികൾക്കാണ് അല്ലെ? എന്താണ് നിലവിലത്തെ കുട്ടികളുടെ മാനസികാവസ്ഥ? വളരെ മോശമാണ് അവരുടെ മാനസികാവസ്ഥ. അവരുടെ മാനസിക സമ്മർദ്ദം പോലും സർക്കാർ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ തന്നെ നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തതാണ്. എന്തായാലും ഒരു അനുകൂല വിധി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആയിരിക്കണം കേരള സിലബസ് വിദ്യാർത്ഥികൾ അല്ലേ? രാഹി, ഗുഡ് മോർണിംഗ്. കേരളത്തിലെ വിദ്യാർത്ഥികൾ എല്ലാ കാലത്തും ഈ എൻട്രൻസ് പരീക്ഷകളെയൊക്കെ തന്നെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. അത് ഓൾ ഇന്ത്യ തലത്തിൽ നടക്കുന്ന പരീക്ഷയായാലും കേരളത്തിൽ നടക്കുന്ന പരീക്ഷകളായാലും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം അതിനെ നോക്കിക്കാണുന്നത്. അത്തരത്തിലുള്ള ഒരു പരീക്ഷയിന്മേലാണ് സർക്കാരിൻ്റെ പിടിവാശിയിൽ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പിടിവാശിന്മേൽ ഇപ്പോൾ ആ വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കേരള സിലബസിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് എടുക്കുന്ന തീരുമാനം അത് വളരെ നിർണായകമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നമ്മളോടൊപ്പം ABVP നേതൃത്വം തന്നെ ചേരുന്നുണ്ട്. ABVPയുടെ ദേശീയ പ്രവർത്തക സമിതി അംഗം, കേന്ദ്ര പ്രവർത്തക സമിതി അംഗം NCT ശ്രീഹരി ചേരുന്നുണ്ട്. ശ്രീഹരി, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കീം പരീക്ഷയിൽ വലിയ ആശങ്ക കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിൽ ABVPയുടെ നിലപാട് എന്താണ്? കൃത്യമായിട്ടും നമുക്കറിയാം, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ വിദ്യാർത്ഥികളെ വഞ്ചിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, എൻട്രൻസ് എക്സാമുമായി ബന്ധപ്പെട്ട് ഒരു പ്രോസ്പെക്ടസ് നിശ്ചയിക്കുകയും പരീക്ഷ വന്ന് റിസൾട്ട് വരുന്നതിന് തൊട്ട് തലേ ദിവസങ്ങളിൽ പ്രോസ്പെക്ടസിൽ ചേഞ്ച് വരുത്തിക്കൊണ്ട് 1:1:1 എന്നുള്ള അനുപാതം മാറ്റി 5:3:2 എന്നുള്ള അനുപാതത്തിലേക്ക് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങൾക്ക് ആ രീതിയിൽ മാർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ ധാർഷ്ട്യം അതുമാത്രമാണ് അതിൽ കാണാൻ സാധിക്കുന്നത്. ക്യാബിനറ്റിൻ്റെ തീരുമാനം എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി ഒരു തീരുമാനം നടപ്പിലാക്കുന്നു. തീർച്ചയായിട്ടും ഇവിടുത്തെ വിദ്യാർത്ഥികളെ വഞ്ചിക്കുകയായിരുന്നു ചെയ്തത് എന്നത് കോടതി തന്നെ ഇല്ലീഗൽ, ആർബിട്രറി ആൻഡ് ഇൻജസ്റ്റിസ് എന്നുള്ള നിലപാട് കോടതി തന്നെ പറയുകയുണ്ടായി. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകാനാണ് ABVP തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ ഒരു സാധാരണക്കാരൻ ഒരു ടാക്സി കാറിൽ കയറി ഒരു ടാക്സി റേറ്റ് പറഞ്ഞ് പിന്നെ ടാക്സി നമ്മളെ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റേറ്റ് മാറ്റി പറയുകയാണെങ്കിൽ, റേറ്റ് കൂട്ടി പറയുകയാണ്, എന്തായിരിക്കും ഒരു സാധാരണക്കാരൻ്റെ വിഷയം? അത് തന്നെയാണ് ഇവിടുത്തെ +2 കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യുന്ന, എൻട്രൻസ് പ്രിപ്പയർ ചെയ്ത് എൻട്രൻസ് എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സർക്കാർ നൽകിയിട്ടുള്ളത്. ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരീക്ഷ എഴുതിയും പരീക്ഷ കഴിയുന്ന സമയത്ത് ആ നിയമം പൂർണ്ണമായി അട്ടിമറിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ശാസ്ത്രീയ അടിസ്ഥാനമുണ്ട് എന്നുള്ളത് ന്യായീകരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഒരു സമിതിയെ നിശ്ചയിച്ചു. ആ സമിതി കുറച്ച് നിർദ്ദേശങ്ങൾ നൽകി. ആ നിർദ്ദേശത്തിൽ സമിതി കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ മാർഗനിർദ്ദേശങ്ങൾ അടിയന്തരമായി നടപ്പാക്കാനുള്ളതല്ല, ഇതിൽ കൃത്യമായ പഠനങ്ങളുടെ ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ ആ സമിതി പറയുകയുണ്ടായി. പക്ഷേ സർക്കാർ ഈ പ്രോസ്പെക്ടസ് മാറ്റം വരുന്ന സമയത്ത് പറയുകയുണ്ടായി സമിതിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ കോടതിക്ക് മുമ്പിൽ സമിതിയുടെ നിർദ്ദേശങ്ങൾ വന്ന സമയത്ത് സർക്കാരിൻ്റെ കള്ളി വെളിച്ചത്താവുകയുണ്ടായി. അവിടെ സർക്കാർ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയുണ്ടായി. അബ്സല്യൂട്ട്ലി നെസസറി ടു ജസ്റ്റിസ് നൽകുന്നതിന് വേണ്ടിയിട്ട്, ഇവിടുത്തെ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് ജസ്റ്റിസ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തീരുമാനം അടിയന്തരമായി കൈക്കൊണ്ടത് എന്ന്. അങ്ങനെയാണെങ്കിൽ 2011 തൊട്ട് കേരളത്തിൽ എൻട്രൻസ് എക്സാം നടക്കുന്നുണ്ട്. ഇതേ സ്കീം വെച്ചാണ് എൻട്രൻസ് എക്സാമുകൾ നടക്കുന്നത്. 2025 ഈ ഇത്രയും വർഷങ്ങൾ നടത്തിയ വിദ്യാർത്ഥികളോട് വഞ്ചിക്കുകയല്ലേ, യഥാർത്ഥത്തിൽ നീതി നിഷേധമല്ലേ സർക്കാർ നടത്തിയിട്ടുള്ളത്? ജസ്റ്റിസ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് സർക്കാർ നടപ്പിലാക്കിയതിലൂടെ ഇത്രയും കാലം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളെ വഞ്ചിക്കുകയാണ് സർക്കാർ ചെയ്തതെന്ന് സർക്കാർ തന്നെ പറയുകയാണ്. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉണ്ടാവും. സാധാരണക്കാരായ വിദ്യാർത്ഥികളെ നമ്മളിപ്പോഴും ചർച്ച ചെയ്യുന്നത് 1, 2, 3 അങ്ങനെ മുൻനിരയുള്ള വിദ്യാർത്ഥികളുടെ റാങ്ക് മാറ്റത്തെ പറ്റിയാണ്. പക്ഷേ ഇതിലെ പിന്നാമ്പുറത്ത് നിൽക്കുന്ന റാങ്കിൽ ഒരു 5000 തൊട്ട് 7000 ആ റേഞ്ച് റാങ്കിനകത്ത് വന്ന വിദ്യാർത്ഥികൾ പുറന്തള്ളപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ്. ഈ വർഷം അവർക്ക് പഠനത്തിന് പോലും സാധ്യമല്ലാത്ത രീതിയിൽ അവതാളത്തിലാക്കുന്ന രീതിയിലാണ് സർക്കാർ ഈ തീരുമാനം കൈക്കൊണ്ടത്. അങ്ങനെ ഒട്ടനവധി വിദ്യാർത്ഥികൾ പുറന്തള്ളപ്പെട്ടു പോയിട്ടുണ്ട്. ആ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ശബ്ദമായിട്ട് ABVP ഉണ്ടാവും. ശക്തമായ പ്രതിഷേധം ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ യുക്തിരാഹിത്യമായ തീരുമാനത്തിനെതിരെ ABVP ശക്തമായ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടാവും.
ഇതിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്ന കാര്യത്തിൽ ഇത് കേന്ദ്രത്തെയാണ് ചാരുന്നത്. പല എൻട്രൻസ് കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കണമെന്നാണ് പറയുന്നത്. മന്ത്രി ഇതിലൊരു പിടിവാശി നടത്തുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഒരു സമവായത്തിലെത്താതെ വിദ്യാർത്ഥി സംഘടനകളെയും മാധ്യമങ്ങളെയും എല്ലാം വെല്ലുവിളിച്ച് മന്ത്രി ഒരു ധാർഷ്ട്യത്തിലേക്ക് തന്നെയാണ് പോകുന്നതെന്നാണോ ABP കണക്കൂട്ടുന്നത്? തീർച്ചയായിട്ടും മന്ത്രി ചെയ്തത് മണ്ടത്തരമാണെന്ന് ബോധ്യപ്പെടാൻ കേരളത്തിലെ ക്യാബിനറ്റിനും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത് ക്യാബിനറ്റ് തീരുമാനമാണ്. ഈ ഹൈക്കോടതി ഈ വിഷയം സ്റ്റേ ചെയ്ത ഉടനെ തന്നെ മന്ത്രി പറയുകയുണ്ട് ഇത് ക്യാബിനറ്റ് തീരുമാനമാണെന്ന്. ക്യാബിനറ്റ് തീരുമാനം അതിനർത്ഥം ഈ ക്യാബിനറ്റിലുള്ള മുഴുവൻ ആളുകളും മണ്ടന്മാർ ആണ് എന്നുള്ള രീതിയിലാണ് മന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മന്ത്രി ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ട് പിന്നീട് കോടതി വിധിയിലൂടെ മാറ്റം ഉണ്ടായ സമയത്ത് മറ്റൊന്നും പറയാൻ സാധിക്കാത്ത മന്ത്രി അതിനെ ന്യായീകരിച്ചുകൊണ്ട് ധാർഷ്ട്യത്തോടെ ഇവിടെ മാധ്യമങ്ങളോട് പെരുമാറുന്നത് നമ്മൾ കണ്ടു. എടുത്ത തീരുമാനം തെറ്റാണ് എന്ന് മാത്രമല്ല നിരവധി വിദ്യാർത്ഥികളുടെ ഭാവി കൂടി അവതാളത്തിലാക്കുന്ന രീതിയിലാണ് മന്ത്രി പ്രവർത്തിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുന്നതുവരെ സമരവുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള നിലക്ക് തന്നെയാണ് ആലോചിച്ചിട്ടുള്ളത്. സത്യപ്രതിജ്ഞാ ലംഘനമാണ് മന്ത്രി നടത്തിയിട്ടുള്ളത്. പ്രീതിയും ഭയവും കൂടാതെ തീരുമാനങ്ങൾ നടപ്പിലാക്കുമെന്ന് സത്യപ്രതിജ്ഞാ സമയത്ത് പറയുകയും ഇവിടെ ചില വിദ്യാർത്ഥികളെ ചില ആളുകളെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ തീരുമാനം നടപ്പിലാക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകും. വിദ്യാർത്ഥികൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അവർക്ക് പൂർണ്ണ പിന്തുണ ABVP നൽകുകയാണ്. ഇപ്പോൾ ABVP നേതൃത്വം വ്യക്തമാക്കിയതുപോലെ തന്നെ സംസ്ഥാന തലത്തിൽ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നുണ്ട്. നേരത്തെ ഇപ്പോൾ ABVPയുടെ ദേശീയ നിർവാഹക സമിതി അംഗമായിട്ടുള്ള NCT ശ്രീഹരി പറഞ്ഞതുപോലെ ഈ മന്ത്രി തന്നെ ഒരു സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം അത് ഇപ്പോൾ വ്യക്തമാവുകയാണ്. എന്തായാലും ഇന്നത്തെ സുപ്രീം കോടതിയുടെ നിലപാട് കേരളത്തിൽ എൻട്രൻസ് എക്സാം എഴുതിയ കീം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിർണായകം തന്നെയാണ്. അഖിൽ, ഡൽഹിയിലേക്ക് കൂടി പോവുകയാണ്. കീം പരീക്ഷാ ഫലത്തിൽ കേരള സിലബസ് വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജി ഇന്ന് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ജസ്റ്റിസ് PS നരസിംഹ ഉൾപ്പെട്ട ബെഞ്ച് ഹർജി പരിഗണിക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നന്ദഗോപൻ, CBSE വിദ്യാർത്ഥികൾ നൽകിയ തടസ്സ ഹർജിയും കോടതിയുടെ പരിഗണനയിൽ എത്തുകയാണ്. എങ്ങനെയാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? രാവിലെ തന്നെ ഈ കേസ് പരിഗണിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതാണ്ട് 76,230 വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഈ ഒരു വിഷയത്തിൽ വളരെ ആലോചിച്ചുകൂട്ടി മാത്രമേ ഒരു തീരുമാനമെടുക്കൂ അല്ലെങ്കിൽ ഒരു ഉത്തരവിടൂ എന്നുള്ളതാണ് നിയമവിദഗ്ധരും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു സ്റ്റേ അല്ലെങ്കിൽ അത്തരം നടപടികളിലേക്ക് പോകാതെ സർക്കാരിൻ്റെ എന്താണ് മറുപടി എന്നുള്ളത് ആരായും. നിലവിലിപ്പോൾ ഈ കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികളാണ് ഇതുമായി ബന്ധപ്പെട്ട ഹർജി നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഒരു തടസ്സ ഹർജിയും കോടതിക്ക് മുന്നിലുണ്ട്. CBSE വിദ്യാർത്ഥികളുടെ തങ്ങളുടെ ഭാഗം കൂടി കേൾക്കാതെ കോടതി ഒരു നടപടി എടുക്കരുത് എന്നുള്ളതാണ് തടസ്സ ഹർജിയിൽ പ്രധാനമായും CBSE വിദ്യാർത്ഥികളുടെ വാദം. സ്വാഭാവികമായും സർക്കാർ ഈ ഒരു വിഷയത്തിൽ കക്ഷിയായതിനാൽ തന്നെ സർക്കാരിൻ്റെ മറുപടി സുപ്രീം കോടതി ഒരു വിഷയത്തിൽ ആരായും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും സ്റ്റേ അടക്കമുള്ള നടപടികളിലേക്ക് അല്ലെങ്കിൽ അത്തരം ഗുരുതരമായ നടപടികളിലേക്ക് സുപ്രീം കോടതി കടക്കില്ല എന്നുള്ളത് തന്നെയാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ 76,230 വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയം എന്നുള്ള ബോധ്യം കോടതിക്കുണ്ടാകുന്ന പക്ഷം കോടതി ഒരു കാരണവശാലും അത് സ്റ്റേ നടപടികളിലേക്ക് നീങ്ങില്ല എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് 11 മണിയോടുകൂടിയാണ് കോടതി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വാദമുഖങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകും. മാത്രമല്ല ഈ തുടർ വാദങ്ങൾ കേൾക്കാതെ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനത്തിലേക്കും കോടതി കടക്കില്ല എന്നുള്ളത് തന്നെയാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ ഹർജിയിൽ ഏതെങ്കിലും തരത്തിൽ ഉടനടി ഒരു വിധി ഇന്നുണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ അത്തരമൊരു പ്രതീക്ഷ കൈവെക്കേണ്ട സാഹചര്യമില്ല എന്നുള്ളത് തന്നെയാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ശരി നന്ദൻ, കീം പരീക്ഷാ ഫലത്തെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് ഇന്ന് നിർണായകമായി പ്രതീക്ഷിക്കുന്നത്. കീം പരീക്ഷാ ഫലത്തിൽ കേരള സിലബസ് വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ CBSE വിദ്യാർത്ഥികൾ നൽകിയ തടസ്സ ഹർജിയും കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ ഭാവി തന്നെ തുലാസിലാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയപ്പോഴാണ് ഇത്തരം നീക്കങ്ങളെല്ലാം തന്നെ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ മനസ്സ് തകർക്കുന്ന രീതിയിലേക്ക് പോയത്. എന്തായാലും അഖിൽ പാലോട്ടുമടവും നന്ദഗോപനുമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. തിരികെ വാർത്തകളിലേക്ക്. അതിനു മുൻപ് പ്രേക്ഷകർ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. മോഹനൻ എന്ന പ്രേക്ഷകൻ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. അതോടൊപ്പം തന്നെ റഹീം PA പറയുന്നുണ്ട് നിമിഷയുടെ വാർത്ത ഇല്ലേ എന്ന്. നിമിഷയുടെ വാർത്ത നമുക്ക് എങ്ങനെയാണ് ഒഴിവാക്കാൻ സാധിക്കുന്നത്? രാജ്യം പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകാൻ.
വധശിക്ഷ ഒഴിവാക്കി കിട്ടാൻ എങ്ങനെയാണ് ആ വാർത്ത നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നത്? തലക്കെട്ടിലടക്കം ഉണ്ടായിരുന്ന വാർത്തയാണ്. വിശദാംശങ്ങളിലേക്കൊക്കെ തന്നെ നമുക്ക് വരാവുന്നതുമാണ്. ആദ്യം പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. തിരുനെൽവേലിയിൽ വയോധിക കൊല്ലപ്പെട്ടു. തിരുവനന്തപുരം നെയ്യാർ ഡാം സ്വദേശിനി ത്രേസിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 60-കാരി പീഡനത്തിനിരയായി എന്നാണ് സംശയം. വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമടം ചേരുന്നു. അഖിൽ, നമുക്ക് രാവിലെ തുടങ്ങുമ്പോൾ നല്ല വാർത്തകൾ വെച്ച് തുടങ്ങണം എന്നൊക്കെയാണ്. പക്ഷേ ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ നമുക്കത് ചർച്ച ചെയ്യാതിരിക്കാനും സാധിക്കില്ല. 60-കാരി പീഡനത്തിനിടെ മരിച്ചു എന്നാണോ? എന്തായാലും പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. എന്താണ് സംഭവിച്ചത്? രഹി, നെയ്യാർ ഡാം, അതായത് തിരുവനന്തപുരം നെയ്യാർ ഡാം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ക്രൈം നമ്പർ 704/25 കേരള പോലീസ് ആക്ടിൽ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അതായത് കാണാനില്ല എന്ന ഇതിൽ രജിസ്റ്റർ ചെയ്തിരുന്ന 60 വയസ്സുള്ള ത്രേസിയാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ തിരുനെൽവേലിക്ക് അടുത്തുള്ള ഹൈവേ റോഡിൽ കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി അവരെ കാണാനില്ല എന്നുള്ള തരത്തിലായിരുന്നു ഒരു പരാതി നിലനിന്നിരുന്നത്. അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവരെ കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഈ കൊല ചെയ്ത് ഇട്ടിരുന്ന ആളിൻ്റെ പേര് എന്ന് പറയുന്നത് ലിബിൻ രാജ്, വിമൽ രാജ്, അമൽ രാജ് എന്ന പേരുകളിൽ അറിയപ്പെടുന്ന ഒരാളാണ് എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കപ്പെടുന്നത്. ഇയാളിപ്പോൾ നിലവിലുള്ളത് കഴിഞ്ഞ ദിവസം 14-ാം തീയതിയാണ് ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. തമിഴ്നാട് പാലയക്കുളം സെൻട്രൽ ജയിലിൽ ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ആ വയോധിക ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ പീഡനങ്ങൾക്ക് ഇരയായിട്ടുണ്ടോ എന്നുള്ള കാര്യമടക്കം പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിൽ ഒരു തിരുവനന്തപുരത്ത് ഇത്തരത്തിൽ വീണ്ടും ഒരു കൊലപാതകം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം വലിയ സങ്കടകരം തന്നെയാണ്. രാഹി, അഖില, അപ്പോൾ അതായത് നെയ്യാർ ഡാമിൽ നിന്ന് നെയ്യാർ ഡാം പരിസരത്ത് നിന്ന് കാണാതെയായ വയോധികയെയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണല്ലേ? ഈ പ്രതിക്ക് 2-3 പേരുണ്ട് എന്ന് അഖിൽ തന്നെ റിപ്പോർട്ട് ചെയ്തു. ഇയാളൊരു സ്ഥിരം കുറ്റവാളിയാണോ? പോലീസ് ഇത് സംബന്ധിച്ചിട്ട് എന്തെങ്കിലും വിശദീകരണങ്ങൾ നൽകുന്നുണ്ടോ അഖിൽ? നിലവിൽ നെയ്യാർ ഡാം പോലീസ് സ്റ്റേഷനിൽ കാണാനില്ല എന്നുള്ള തരത്തിൽ മാൻ മിസ്സിംഗ് കേസായിരുന്നു രജിസ്റ്റർ ചെയ്യുന്നത്. കേരള പോലീസ് ആക്ട് പ്രകാരം മാൻ മിസ്സിംഗ് കേസായിരുന്നു രജിസ്റ്റർ ചെയ്യുന്നത്. ആ അന്വേഷണത്തിൻ്റെ തുടർച്ച എന്ന നിലയ്ക്കാണ് ഇവരുടെ മൃതദേഹം ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഈ പുള്ളി എന്ന് പറയുന്നത് സെൽവൻ എൻ്റെ മകനാണ്. സുനാമി കോളനി, മണൽക്കുടിത്തുറ, കന്യാകുമാരി ജില്ല, അതായത് കന്യാകുമാരി ജില്ലയിലെ ഒരു സ്വദേശി കൂടിയാണ്. ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളാണോ മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാണോ ഈ കൊലപാതകത്തിലേക്ക് കൊണ്ടെത്തിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പോലീസിന് ഒരു സംശയമുണ്ട്. കുറച്ചുകൂടി വ്യക്തത ആ കാര്യത്തിൽ വരാനുണ്ട്. എന്തായാലും പ്രതിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രതിയെ പോലീസ് റിമാൻഡും ചെയ്തിട്ടുണ്ട്. പുള്ളി തമിഴ്നാട്ടിലെ തന്നെ പാലയക്കോണത്തുള്ള സെൻട്രൽ ജയിലിലാണ് നിലവിൽ ഉള്ളത്. രാഹി, ശരി അഖിൽ, തിരുനെൽവേലിയിൽ വയോധിക കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. തിരുവനന്തപുരം നെയ്യാർ ഡാം സ്വദേശിനിയാണ് കൊല്ലപ്പെട്ടത്, ത്രേസ്യ. സംഭവത്തിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 60-കാരിയാണ്. ഈ ത്രേസ്യ പീഡനത്തിനിരയായിട്ടുണ്ടോ എന്നൊക്കെ പരിശോധന നടക്കുന്നുണ്ട്. ചില സംശയങ്ങൾ ഉണ്ട് താനും. എന്തായാലും നമുക്ക് വരും ബുള്ളറ്റിനുകളിൽ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കാം. അഖിൽ പാലോട്ടുമടമാണ് വാർത്തയുടെ വിശദാംശം തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്. ശബരിമലയിൽ നവഗ്രഹ പ്രതിഷ്ഠ നടന്ന അതേ ദിനത്തിൽ അമേരിക്കയിലെ അയ്യപ്പ ക്ഷേത്രത്തിലും നവഗ്രഹ പ്രതിഷ്ഠയും നാഗദേവതാ പ്രതിഷ്ഠകളും നടന്നു. അമേരിക്കയിലെ ഫ്ലോറിഡയിൽ നിന്ന് ജയരാജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ശബരിമല ശ്രീ അയ്യപ്പ ക്ഷേത്ര സന്നിധിയിൽ നവഗ്രഹ പ്രതിഷ്ഠ നടന്ന അതേ ദിവസം തന്നെ അമേരിക്കയിൽ ശബരിമല എന്നറിയപ്പെടുന്ന കാമ്പ ശ്രീ അയ്യപ്പ ക്ഷേത്ര സന്നിധിയിലും ഇന്ന് നവഗ്രഹ പ്രതിഷ്ഠയും നാഗദേവതാ പ്രതിഷ്ഠകളും വേദമന്ത്രങ്ങളുടെയും ശരണമന്ത്രങ്ങളുടെയും അകമ്പടിയോടുകൂടി മഹനീയമായ മുഹൂർത്തത്തിൽ തന്നെ നടന്നു. Swami Sharanam, happy to connect from Tampa Ayyappa Temple. We just did the Pradishtabhana or Stapana of Naga Devata and Navagraha, both with the blessings of our Kani Payur, our Tantri, our Male Shanti and the entire priest. The idols were made in India, Kerala, and were brought to Tampa. And we had the installation today. It's such a coincidence that the July 13th out in Sabarimala also Navagraha Pradishtabhana happened. So
as we pray. Pamba Vasan, Tampa Vasan also has blessed us with phase 2 and is being dedicated to the community. 18 പടികളോടുകൂടി ശബരിമലയിലെ അതേ മാതൃകയിൽ അമേരിക്കയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രത്തിൽ ഭക്തജനത്തിരക്ക് അനുദിനം ഏറിക്കൊണ്ടിരിക്കുന്നു. ഫ്ലോറിഡയിൽ നിന്നും ജയരാജ് ലാക്കാട്ടൂർ, ചിഞ്ചനം. നമസ്തേ. അജിത് ഭാസ്കറുടെ കമന്റ് വായിച്ചിട്ടുണ്ട്, സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ശശി സിയർ എന്ന പ്രേക്ഷകൻ പറയുന്നുണ്ട്, നിമിഷപ്രിയ എത്രയും വേഗം മോചിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന്. അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ഫലം കാണട്ടെ എന്ന് ഉണ്ണിമോഹൻ പറയുന്നുണ്ട്. അത് തന്നെയാണ് ഏവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വാർത്ത. തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്ക് ശേഷം US-ൽ നിന്ന് തിരിച്ചെത്തിയിട്ടുണ്ട്. ഈ മാസം 5-നാണ് ചികിത്സയ്ക്കായി പോയത്. പുലർച്ചെ 3 മണിയോടുകൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മടക്കം. തിരുവനന്തപുരത്താണ് അദ്ദേഹം വിമാനം ഇറങ്ങിയത്. അഖിൽ പാലോട്ട് മഠമുണ്ട്. അഖിൽ, ചികിത്സയ്ക്ക് വേണ്ടി പോയതാണ് മുഖ്യമന്ത്രി യാത്രയാകുന്ന സമയത്ത് ആരോഗ്യരംഗത്തെക്കുറിച്ച്, ആരോഗ്യ കേരളത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്ന സമയമാണ്. ഈ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി US-ൽ ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നത്. അദ്ദേഹം 3 മണിയോടുകൂടി തിരിച്ചെത്തി. എങ്ങനെയാണ് വിശദാംശങ്ങൾ? രാഹി, മുഖ്യമന്ത്രി ആരോഗ്യ സംബന്ധമായ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ മാസം 5-ാം തീയതി US-ലേക്ക് പോകുന്നത്. അദ്ദേഹം ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ദുബായ് വഴിയാണ് അദ്ദേഹം തിരിച്ച് മടങ്ങിയെത്തിയിട്ടുള്ളത്. എന്തായാലും അദ്ദേഹം ആരോഗ്യവാനായി തന്നെ തിരിച്ചെത്തി എന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിലെ ആരോഗ്യ മേഖലയും നല്ലതായതുകൊണ്ടാണ് അദ്ദേഹം പുറത്തുപോയി ചികിത്സ നടത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുന്ന ഈ മാസം 5-ാം തീയതി എന്ന് പറയുന്നത് കേരളത്തിലെ ആരോഗ്യവകുപ്പിൻ്റെ സുസ്ഥിരമായ സേവനത്തെ തുടർന്ന് ഒരു പാവപ്പെട്ട സ്ത്രീ കോട്ടയം മെഡിക്കൽ കോളേജിൽ ദാരുണമായി കൊല്ലപ്പെടുന്ന, സർക്കാരിൻ്റെ സുസ്ഥിരമായ സേവനത്തെ തുടർന്ന് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രി സുഖചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയിലേക്ക് പോയിരുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ചികിത്സ കഴിഞ്ഞ് ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ദുബായ് വഴി അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തിയത്. അദ്ദേഹം ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് എത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം പോകുന്ന ഈ 10 ദിവസക്കാലവും അദ്ദേഹം ഒരു തരത്തിലുമുള്ള ഭരണമാറ്റം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഫയലുകൾ ഒപ്പുവെക്കുന്നതിലേക്ക് വേണ്ടി ഒരു മന്ത്രിമാർക്കോ അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രത്തിലൊരു നിർദ്ദേശം നൽകിയിരുന്നതില്ല. അപ്പോൾ ആ തരത്തിൽ കുറച്ച് കാര്യങ്ങൾ കൂടി സെക്രട്ടേറിയറ്റിൽ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ രാവിലെ മുഖ്യമന്ത്രി എത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രാഹി. അഖിൽ, ഞാൻ ഓർക്കുമായിരുന്നു, നമ്മുടെ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോയപ്പോൾ ഒരു കമൻറ്റ് കണ്ടു. എന്തായാലും അമേരിക്കയിലെ ആശുപത്രിയിലെ കെട്ടിടം തകർന്ന അത്യാഹിതം സംഭവിക്കില്ല എന്ന് മുഖ്യമന്ത്രിക്ക് ഉറപ്പിക്കാമെന്ന്. ആ രീതിയിലാണ് നമ്മുടെ ആരോഗ്യ കേരളത്തിൻ്റെ പോക്ക്. എന്തായാലും അത്തരം ആക്ഷേപങ്ങൾക്കൊക്കെ ഇതുവരെയും പരിഹാരമായിട്ടുമില്ല. അഖിൽ, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയായിരുന്നു ആദ്യഘട്ടത്തിൽ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നത്. അല്ലെങ്കിൽ ഈ പൊതുവിദ്യാഭ്യാസ മേഖലയിലായിരുന്നു വലിയ തരത്തിൽ കേരളത്തിൽ PM-ശ്രീ പദ്ധതി അടക്കം നടപ്പിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് ABVP അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ സമരത്തിന് നിൽക്കുന്ന തെരുവിൽ സമരത്തിനിടയിലാണ് ആരോഗ്യവകുപ്പ് കൂടി അതിലേക്ക് കടന്നു വരുന്നത്. കാരണം ശിവൻകുട്ടി മന്ത്രി മാത്രമല്ല, വീണ ജോർജും കൂടി ഞാനും ആ തരത്തിലുണ്ട് എന്നുള്ള ഒരു ഫൈറ്റിംഗ് മൂഡിലേക്ക് വീണ ജോർജും എത്തിയിരുന്നത്. കാരണം അതുകൊണ്ടാണ് കേരളത്തിലെ ജനറൽ ആശുപത്രികൾ, കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ, സർക്കാർ ആശുപത്രികൾ മുഴുവൻ അനാസ്ഥയിലാണ്. രോഗികൾക്ക് മരുന്നില്ല, കൂട്ടിരിപ്പുകാർക്ക് സുരക്ഷിതത്വമില്ല, വെള്ളമില്ല, വെളിച്ചമില്ല എന്നുള്ള തരത്തിലേക്ക് കേരളത്തിലെ ആരോഗ്യവകുപ്പും വീണ ജോർജും ഒരു ചെക്ക് വെച്ച് കടന്നു വരുന്നത്. ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും ഒരു മന്ത്രി കൂടി എത്തിയിട്ടുണ്ട്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി അവരുടെ സ്വപ്നങ്ങൾക്ക് മേലാണ് മന്ത്രി ഒരു ചെക്ക് വച്ചിരിക്കുന്നത്, ഒരു കീം എന്ന ചെക്ക് ഇപ്പോൾ മന്ത്രിയും വച്ചിരിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്തെ മന്ത്രിമാരെല്ലാം തന്നെ അവരുടെ വകുപ്പുകളിൽ അതിഗംഭീരമായ ഭരണം നടത്തുന്ന സാഹചര്യത്തിലാണ് സ്വന്തം കാര്യം നോക്കാൻ വേണ്ടി മുഖ്യമന്ത്രി വിദേശത്തേക്ക് ചികിത്സ തേടി പോയത് എന്നതും നിർണായകമായ ഒരു കാര്യമാണ്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ചികിത്സ കഴിഞ്ഞ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലക്ക് അദ്ദേഹം ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട്. രാവിലെ പുലർച്ചെ 3 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത്. അമേരിക്കയിൽ നിന്നും ദുബായ് വഴിയാണ് അദ്ദേഹം വന്നത്. ദുബായിൽ എന്തിനാണ് പോയത് എന്നതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ടാവും. രാഗി.
ശരി അഖിൽ, രാധാകൃഷ്ണൻ എന്ന പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മുഖ്യമന്ത്രി അമേരിക്കയിലെത്തിയപ്പോൾ അവിടെ ഉണ്ടായ കൊടുങ്കാറ്റിനെ കുറിച്ചും മഴയെക്കുറിച്ചൊക്കെ. എന്തായാലും അത്തരം വിശകലനത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. കോഴിക്കോട് കോർപ്പറേഷനിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അലയടിച്ചിരുന്നു. തിരുവനന്തപുരത്തും ഇതൊക്കെ തന്നെയായിരുന്നു സ്ഥിതി. എന്തായാലും നമുക്ക് കോഴിക്കോടേക്ക് പോകാം. കോഴിക്കോട് കോർപ്പറേഷനിലെ അഴിമതിക്കെതിരെ BJP പ്രത്യക്ഷ സമരത്തിലേക്ക് പോവുകയാണ്. ഓട ശുചീകരണത്തിന് പോലും കോർപ്പറേഷനിൽ ഫണ്ടില്ല. നികുതി ഇനത്തിൽ കോർപ്പറേഷൻ പിരിച്ചെടുക്കാനുള്ളത് ലക്ഷങ്ങളാണ്. ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് നൽകുന്നില്ല. 50 വർഷം CPM ഭരിച്ച കോർപ്പറേഷൻ അഴിമതിയുടെ ഹബ്ബ് എന്ന ആക്ഷേപമാണ് ശക്തമായി തന്നെ ഉയരുന്നത്. വിവരങ്ങൾ നൽകാനായി ദിസ്ന ഉണ്ട്. ദിസ്ന, പ്രത്യക്ഷ സമരത്തിലേക്കാണ് ഇനി പോകുന്നത്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും രാഗി, കോഴിക്കോട് കോർപ്പറേഷന്റെ ഒരു ചരിത്രം വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ എടുത്തു പറയുവാനോ അനവധി കാര്യങ്ങളുണ്ട്. ഒന്നാമത് കെട്ടിട നമ്പർ ക്രമക്കേട്, 2 ഇലക്ട്രിക് ഓട്ടോയിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ, മാത്രമല്ല ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ ഹരിത കർമ്മസേനയുടെ മറ്റൊരു പ്രശ്നങ്ങൾ കൂടി ഇപ്പോൾ നിലവിൽ വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ നിയമനവുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനിലെ ജോലിക്കാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട അഴിമതി നടന്നിരുന്നു. അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ച് എടുത്തു പറയുവാനുള്ളത്. കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ കണ്ടതാണ് BJPയുടെ ശക്തമായ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. PK കൃഷ്ണദാസ് ആണ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അത്തരത്തിൽ ഈ കോർപ്പറേഷൻ CPMന്റെ ഒത്താശയോടുകൂടി മാത്രം ഭരിക്കുന്നു എന്നൊരു കാര്യം തന്നെയാണ് ഈ BJP ഉൾപ്പെടെ ആരോപിക്കുന്നത്. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ട് രാഗി. ഈ സൈക്കിൾ പദ്ധതിയൊക്കെ തന്നെ, അതായത് സ്ത്രീകളുടെ ആരോഗ്യം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സൈക്കിൾ പദ്ധതി കോർപ്പറേഷൻ തലത്തിൽ നടപ്പിലാക്കുന്നത്. പക്ഷെ ആ സൈക്കിൾ പദ്ധതിയിൽ എത്ര പദ്ധതികൾ നടപ്പിലായി എന്നത് ഒരു ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുകയാണ്. കാരണം സൈക്കിൾ കൊണ്ടുവന്നു, ഔദ്യോഗികമായ ഉദ്ഘാടനം ഒക്കെ നടപ്പിലാക്കി, പിന്നീട് സൈക്കിൾ കെട്ടിപ്പൂട്ടി വെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. പിന്നീട് ആ പദ്ധതികൾ ഒന്നും തന്നെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന തരത്തിലേക്ക് പോകുന്നില്ല എന്നത് തന്നെയാണ് ഉയർന്നു വരുന്ന ആരോപണങ്ങൾ പ്രധാനമായും എടുത്തു പറയുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ കേന്ദ്ര പദ്ധതികളുടെ ഫണ്ടുകൾ കൃത്യമായി വിനിയോഗിക്കുന്നില്ല എന്നത് തന്നെയാണ്. ഈ ഫണ്ടൊക്കെ വാങ്ങിക്കുന്നു, പക്ഷെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല എന്ന് തന്നെയാണ്. മറ്റൊരു പ്രശ്നം വരുന്നത് നഗരത്തിലെ മാലിന്യ പ്രശ്നമാണ്. ആ നഗരത്തിലെ മാലിന്യ പ്രശ്നത്തിന് ഇതുവരെ പരിഹാരം കാണുവാൻ കോർപ്പറേഷന് കഴിഞ്ഞിട്ടുമില്ല രാഗി. എന്തായാലും നമ്മൾ ഈ ചിക്കന്റെ ഒക്കെ ഈ അറവ് വേസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ്. പൊതുനിരത്തിൽ ആ വേസ്റ്റുകളൊക്കെ തന്നെയും കുമിഞ്ഞുകൂടി ജനങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ നടത്തിയത് കണ്ടതാണ്. അത്തരത്തിൽ കോർപ്പറേഷനെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ നിരവധിയാണ്. എന്തായാലും BJP പ്രത്യക്ഷ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. അതിന്റെ തുടക്കമായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടത്. ആ സമരത്തെ, അതായത് ബാരിക്കേഡുകൾ വെച്ച് കോർപ്പറേഷന്റെ അകത്ത് കയറാതെ പോലീസ് തടഞ്ഞെങ്കിലും വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള സമരത്തിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും കോഴിക്കോട് കോർപ്പറേഷനിൽ ഇന്നൊരു കൗൺസിൽ യോഗമുണ്ട്. ആ കൗൺസിലിൽ പുതിയ പദ്ധതികൾ ഉണ്ടാവും. പദ്ധതികളെ ചൊല്ലി കൗൺസിലർമാർ തമ്മിലുള്ള ബഹളമൊക്കെ തന്നെയും നമ്മൾ കാണാറുള്ളതാണ്. എന്തായാലും നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും ആ പദ്ധതികളുടെ പൂർത്തീകരണം ജനങ്ങളിലേക്ക് എങ്ങനെ ആ പദ്ധതികൾ ഉപകാരപ്പെട്ടിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ്. അതിന് അനവധി ഉദാഹരണങ്ങൾ ഉണ്ട് രാഗി. എടുത്തു പറയേണ്ടത് സൈക്കിൾ പദ്ധതി, വേസ്റ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ, അതോടൊപ്പം തന്നെ ഈ മഴ പെയ്താൽ കോഴിക്കോട് നഗരം മൊത്തത്തിൽ വെള്ളക്കെട്ടാവുന്ന ഒരു പ്രശ്നമുണ്ട്. ഈ ഓടകളൊക്കെ തന്നെയും ശുചീകരിക്കുന്നവർക്ക് പോലും കൃത്യമായ വേതനം നൽകാത്ത പ്രശ്നം. അത്തരത്തിൽ നിരവധി പ്രശ്നങ്ങളാണ് കോഴിക്കോട് കോർപ്പറേഷനുമായി ഉയർന്നു വരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള സമര പരിപാടികൾക്ക് തുടക്കം കുറിക്കും എന്ന് തന്നെയാണ് BJPയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് രാഗി. കൃഷ്ണ, ഞാൻ നോക്കുമായിരുന്നു നമ്മുടെ യൂട്യൂബ് കമന്റ്സിലൊക്കെ പരിഹാസ രൂപേണ പറയുന്നുണ്ട് മുഖ്യമന്ത്രി കേരളത്തിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ഇവിടെ പലയിടത്തും മഴയാണ് എന്ന്. ദിസ്ന, ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം കുടയൊക്കെ ചൂടിയാണ് നിൽക്കുന്നത്. അവിടെ മഴയാണോ? തീർച്ചയായും രാഗി, ഇവിടെ മഴ പെയ്യുന്നുണ്ട്. മലയോര മേഖലയിൽ തന്നെയാണ് മഴ കനത്തു പെയ്യുന്നത്. പ്രത്യേകിച്ച് മുക്കം ഭാഗങ്ങളിലൊക്കെ തന്നെ. ഈ കോഴിക്കോടിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ്. ഈ മാനാഞ്ചിറ, അതായത് പ്രത്യേകിച്ച് ഈ മിഠായി തെരുവിനെ ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്തൊക്കെ തന്നെയും BJP തോണി ഇറക്കി നടത്തിയ പ്രതിഷേധം ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ആ പ്രതിഷേധത്തിന് ശേഷം അവിടെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഈ കോഴിക്കോട് നഗരത്തിൽ മഴയായാൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ തന്നെയും, അതായത് സ്വകാര്യ വാഹനങ്ങളിലാണെങ്കിൽ പോലും വലിയ ശ്രദ്ധിച്ച് തന്നെ യാത്ര ചെയ്യണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. റോഡിൽ കുഴികളുണ്ട്, അതോടൊപ്പം തന്നെ മുട്ടറ്റം വരെ വെള്ളവും ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം യാത്ര ചെയ്യാൻ. അത്തരത്തിൽ വലിയ രീതിയിൽ ഇന്നലെ രാത്രി മുതൽ ഇവിടെ മഴ പെയ്യുന്നുണ്ട്. മലയോര മേഖലയിലാണ് മഴ പെയ്യുന്നത്. മഴക്കെടുതികളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്തായാലും മഴയുടെ തീവ്രത കുറവാണെങ്കിലും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് രാഗി.
ശരി ദിസ്ന. എന്തായാലും നമ്മൾ തിരുവനന്തപുരത്തേക്ക് കൂടി പോവുകയാണ്. തിരുവനന്തപുരം നഗരസഭയിലെ അഴിമതിക്കെതിരെയും പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുന്നുണ്ട് BJP. നഗരസഭയിലും പുറത്തും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് BJP തയ്യാറെടുക്കുന്നത്. മേയർ ആര്യ രാജേന്ദ്രൻ രാജിവെക്കുന്നത് വരെ സമരം ശക്തമാക്കും എന്നാണ് BJPയുടെ ഒരു നിലപാട്. ടിൻഡു ദാസ് ഉണ്ട്. ടിൻഡു, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം കോർപ്പറേഷനിൽ നടന്ന അതിശക്തമായ സമരം നമ്മൾ കണ്ടതാണ്. ശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധം അലയടിച്ചിരുന്നു. മേയറുടെ ഡയസിന് മുന്നിലൊക്കെയായിരുന്നു പ്രതിഷേധം. ആ സമര പരിപാടികളൊക്കെ തന്നെ തുടരും എന്നാണ് BJP അറിയിക്കുന്നത്, അല്ലേ? വെരി ഗുഡ് മോർണിംഗ് രാഗി. തീർച്ചയായിട്ടും അത് തന്നെയാണ്. തിരുവനന്തപുരം നഗരസഭയിൽ എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നത് മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള BJP കൗൺസിലർമാർ തന്നെയാണ്. കഴിഞ്ഞ ദിവസം അത്തരത്തിലുള്ളൊരു അഴിമതി ആരോപണമാണ് BJP കൗൺസിലർമാർ പുറത്തു കൊണ്ടുവന്നത്. 671 പേരടങ്ങുന്ന എംപ്ലോയ്മെൻറ്റ് പട്ടികയിൽ നിന്നും 56 പേർക്ക് നിയമനം നൽകുന്നു. ആ നിയമനം നൽകുന്നതിൽ പ്രധാനമായിട്ടും കൗൺസിലർമാർ ഉൾപ്പെട്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു വാർഡ് കൗൺസിലർക്ക് എങ്ങനെയാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ജോലി ലഭിക്കുക എന്ന ആരോപണമാണ് പ്രധാനമായിട്ടും BJP കൗൺസിലർമാർ ഉന്നയിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 56 ഒഴിവുകൾ തിരുവനന്തപുരം നഗരസഭ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് റിപ്പോർട്ട് ചെയ്യുന്നു. 56 അതപ്പോൾ 671 പേരെ ഇത്തരത്തിൽ യോഗ്യരായി തയ്യാറാക്കിക്കൊണ്ടൊരു പട്ടിക തയ്യാറാക്കി നഗരസഭയ്ക്ക് തിരിച്ചു നൽകും. ഇതിൽ നിന്നും വേണ്ട ആളുകളെ തിരഞ്ഞെടുക്കേണ്ടത് നഗരസഭയാണ്. അപ്പോൾ കഴക്കൂട്ടം വാർഡ് കൗൺസിലർ കൂടിയായിട്ടുള്ള കവിതയെ തിരഞ്ഞെടുത്തത്, ഇത്തരത്തിൽ ഇടത് കൗൺസിലർ കൂടിയായിട്ടുള്ള കവിതയെ തിരഞ്ഞെടുത്തത് ഇഷ്ടപ്രകാരം, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ CPM അനുകൂല ആളുകളെ ജോലിയിലേക്ക് തിരികെ കയറ്റുന്നത് ഉൾപ്പെടെയുള്ള ഇഷ്ടപ്രകാരമാണ് തിരഞ്ഞെടുത്തതെന്നായിരുന്നു പ്രധാനപ്പെട്ട ആരോപണമെന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആരോഗ്യ മേഖലയിൽ വരുന്ന അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ വരുന്ന ജോലികളാണ്, ശുചീകരണ തൊഴിലാളി ഉൾപ്പെടെയുള്ള ജോലികളാണ് ഈ ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, ഈ ഡെപ്യൂട്ടി മേയർ, അതോടൊപ്പം തന്നെ ഈ മേയർ ആര്യ രാജേന്ദ്രൻ തുടങ്ങിയവർ ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പട്ടികകൾ തയ്യാറാക്കുന്നത്. ഈ പട്ടികയിൽ വലിയ രീതിയിലുള്ള അഴിമതി ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് BJP കൗൺസിലർമാർ ആരോപിക്കുന്നത്. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വരേണ്ട ബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലാണ്. അങ്ങനെയെങ്കിൽ ഈ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ച ബില്ല് പ്രതിപക്ഷ അംഗങ്ങളുടെ സഹായമില്ലാതെ, പ്രതിപക്ഷ അംഗങ്ങളുടെ അഭിപ്രായം കേൾക്കാതെ ഏകപക്ഷീയമായിട്ട് ബില്ല് പാസ്സാക്കി എന്നാണ് മറ്റൊരു ആരോപണം ഉന്നയിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും അടിമുടി അഴിമതി ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ BJP വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം BJP കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ കൗൺസിൽ യോഗത്തിൽ ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. അതിനുശേഷം രാത്രി യുവമോർച്ചയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് പ്രതിഷേധമുണ്ടായിരുന്നു. അപ്പോൾ നഗരസഭയിൽ നടക്കുന്ന ഇത്തരം അഴിമതി ആരോപണങ്ങൾ നിരന്തരം ചൂണ്ടിക്കാണിക്കുന്നത് BJP കൗൺസിലർമാർ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്, വിവിധ തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നഗരസഭാ അംഗങ്ങളുടെ അല്ലെങ്കിൽ നഗരസഭയിലെ BJP കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടി തിരുവനന്തപുരം നഗരസഭയിലേക്ക് നടത്തിയിരുന്നു. കെട്ടിട നികുതി ഫണ്ട് തട്ടിപ്പ്, അതോടൊപ്പം തന്നെ പട്ടികജാതി ഫണ്ട് തട്ടിപ്പ്, കുട്ടികളുടെ ലാപ്ടോപ്പ് വിതരണത്തിലെ ഫണ്ട് തട്ടിപ്പ്, അതോടൊപ്പം തന്നെ നികുതി വരുമാനങ്ങളുടെ ഫണ്ട് തട്ടിപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിരവധി തവണ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ BJP കൗൺസിലർമാർ നടത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ കൗൺസിലർമാരെ ഇത്തരത്തിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നിയമിക്കുന്ന നിയമനങ്ങളിൽ എങ്ങനെ വരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഇടത് കൗൺസിലർമാർ അല്ലെങ്കിൽ ഇത്തരത്തിൽ മേയറുടെ ഭാഗത്തു നിന്നുള്ള കൗൺസിലർമാരുടെ ആരോപണം എങ്ങനെയാണ്, ഒരു കൗൺസിലർ, അതായത് അവർ കഴക്കൂട്ടം കൗൺസിലർ കൂടിയായ കവിത ഇത്തരത്തിൽ ഈ കൗൺസിലർ ആകുന്നതിന് മുന്നേ തന്നെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ജോലിക്ക് വേണ്ടിയിട്ട് അപേക്ഷ നൽകിയിരുന്നു. അതിൽ നിന്നുമാണ് യോഗ്യതാ പട്ടികയിൽ കവിത ഉൾപ്പെട്ടിട്ടുള്ളത്. കവിതയ്ക്ക് ഈ ജോലി ലഭിച്ചതിന് ശേഷം 9,000 രൂപ ഓണറേറിയം ലഭിക്കുന്ന ഈ കൗൺസിലർ സ്ഥാനം വേണമെന്നോ, അല്ലെങ്കിൽ 26,000 രൂപ ജോലി ലഭിക്കുന്ന അല്ലെങ്കിൽ ശമ്പളം ലഭിക്കുന്ന ഈ ആരോഗ്യ മേഖലയിലെ ജോലി വേണമോ എന്ന് കവിതയ്ക്ക് തീരുമാനിക്കാം. അതിൽ പാർട്ടിക്കോ അല്ലെങ്കിൽ ഇടതുപക്ഷ കൗൺസിലർമാരെന്ന രീതിയിൽ ഒരു തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാണ് ആരോപിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, CPM തിരുവല്ലം കൗൺസിലർക്ക് ഉൾപ്പെടെ ഇത്തരത്തിൽ അനധികൃതമായിട്ട് ജോലി ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും അവർ ഈ പറയുന്ന പോലെ ഈ കൗൺസിലറായി തുടരുകയും ആ ജോലിയിൽ നിന്നുള്ള ആദായം പറ്റുകയും ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇത്തരത്തിൽ ജനപ്രതിനിധികളായിരിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളെ സേവിക്കാനായിട്ട് സ്വയമേ തിരഞ്ഞെടുത്ത് വന്ന കൗൺസിലർമാർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജനപ്രതിനിധികൾ
ഇതുപോലൊരു ജോലി ലഭിക്കുകയാണെങ്കിൽ ആ ജോലിക്ക് പോകാതെ അതിൻ്റെ ശമ്പളം പറ്റുന്ന പല കാര്യങ്ങളും പല സംഭവങ്ങളും നഗരസഭയിൽ തുടർക്കഥയാണ്. അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത്. ഈ ആദ്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ എംപ്ലോയ്മെൻറ്റ് പട്ടികയിൽ നമുക്കറിയാം ഈ കത്ത് വിവാദം, മേയർ ഈ ജോലി നൽകണമെന്ന് കത്തയച്ച വിവാദത്തിൽ പ്രതിപക്ഷ കൗൺസിൽ അംഗങ്ങൾ മുന്നോട്ട് വെച്ച വാദം എങ്ങനെയായിരുന്നു? എന്താണ് ഈ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് പട്ടികയിൽ നിന്നും ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് ജോലി കൊടുക്കുക, അല്ലാതെ പാർട്ടിക്കാർക്ക് നിയമനം നൽകാതെ, കത്തുവഴി നിയമനം നൽകാതെ എംപ്ലോയ്മെൻറ്റ് പട്ടികയിൽ നിന്നും ആളുകളെ നിയമിക്കുക. എന്നാൽ ഇപ്പോൾ നോക്കൂ, 2026 ആകുമ്പോഴത്തേക്കും എംപ്ലോയ്മെൻറ്റ് പട്ടികയിൽ നിന്ന് ആളെ എടുക്കുന്നു. എങ്ങനെയാണ്? CPM-ൻ്റെ അനുകൂല ആളുകളെ അല്ലെങ്കിൽ CPM-ൻ്റെ കൗൺസിലർമാരെ തിരഞ്ഞെടുത്തുകൊണ്ട് നിയമനങ്ങൾ നടത്തുന്നു. ഇതിനെതിരെയാണ് BJP കൗൺസിലർമാർ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. തുടർ ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കാണ്. നമുക്കറിയാം ഇനി ഒരുപക്ഷെ കുറച്ച് കാലങ്ങൾ സ്വന്തക്കാരെ തിരികെ കയറ്റി നിയമനം നൽകുന്നതൊക്കെ വളരെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാൽ ഇപ്പോൾ അവർ സ്വയം കാലാവധി തീരാറാകുമ്പോൾ അവർ സ്വയം നിയമനമൊക്കെ കിട്ടി സ്വന്തം കാര്യം സേഫ് ആക്കുന്നു എന്നുള്ളതാണ്. യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. യമൻ ഭരണത്തിൽ സ്വാധീനമുള്ള ചില മുസ്ലിം മതപണ്ഡിതർ കേന്ദ്ര നിർദ്ദേശാനുസരണം ചർച്ചകൾ ആരംഭിച്ചിട്ടുമുണ്ട്. സാധ്യമായതെല്ലാം രാജ്യം ചെയ്യുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നിലപാടും അറിയിച്ചിരുന്നു. നയതന്ത്ര ചർച്ചകൾക്കപ്പുറം സ്വകാര്യ ചർച്ചകൾ നടക്കുന്നുമുണ്ട്. എന്നാൽ അത് പരസ്യമാക്കുന്നത് തിരിച്ചടിയാകുമെന്ന് അറ്റോർണി ജനറൽ കോടതിയിൽ തന്നെ സൂചിപ്പിച്ചിരുന്ന കാര്യവുമാണ്. വിവരങ്ങൾ നൽകാനായി നന്ദഗോപനും ഒപ്പം ദിസ്ന സുരേഷുമുണ്ട്. ആദ്യം പോകുന്നത് നന്ദഗോപനിലേക്കാണ്. നന്ദൻ, ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. കേന്ദ്ര നിർദ്ദേശാനുസരണം മുസ്ലിം മതപണ്ഡിതരടക്കം ചർച്ചകളിൽ പങ്കെടുക്കുന്നുമുണ്ട്. എങ്ങനെയാണ്, നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? രാഖി, നിമിഷപ്രിയയുടെ മോചനത്തിനായി കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ ഇടപെട്ടിരുന്നു. അതായത് സാധ്യമായതെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാരിന് മുന്നോട്ട് നീങ്ങാൻ, ഈ ഒരു വിഷയത്തിൽ മുന്നോട്ട് നീങ്ങാൻ ഒരു പരിധിയുണ്ട്. ആ പരിധി വരെ ഇതിനോടകം തന്നെ കേന്ദ്ര സർക്കാർ എത്തി നിൽക്കുകയാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ തന്നെ അറ്റോർണി ജനറൽ സുപ്രീം കോടതിയെ ധരിപ്പിച്ചിരുന്നു. അതായത് ഭാരതവുമായി ഒരു തരത്തിലുള്ള നയതന്ത്ര ബന്ധവും യമനിലില്ല. നമ്മുടെ ഭാരതത്തിൻ്റെ എംബസിയോ അല്ലെങ്കിൽ എംബസിയിലെ ഉദ്യോഗസ്ഥരോ ഒന്നും തന്നെ യമനിലില്ല. മറിച്ച് യമനിലെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ സാധ്യമാക്കുന്നത് സൗദി അറേബ്യയുടെ എംബസി വഴിയാണ് അല്ലെങ്കിൽ ഭാരതം ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഭാരതം പലതവണ അനൗദ്യോഗികമായി തന്നെ പലതവണ കേന്ദ്ര സർക്കാർ യമനിലെ ചില ഈ ഭരണത്തിൽ സ്വാധീനമുള്ളവരുമായൊക്കെ തന്നെ ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ബ്ലഡ് മണി. അത് ഈ യമൻ നിയമപ്രകാരം ഒരു കുടുംബത്തിലെ മുഴുവൻ ആൾക്കാരും, അതായത് ഇരയുടെ കുടുംബത്തിലെ മുഴുവൻ ആൾക്കാരും ഒരുമിച്ച് സമ്മതിച്ചാൽ മാത്രമേ ഈ ബ്ലഡ് മണി വാങ്ങിച്ചുകൊണ്ട് ഇതിൽ പ്രതിയായിരിക്കുന്ന ആളിനെ മോചിപ്പിക്കാൻ സാധിക്കൂ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഈ നിമിഷപ്രിയ വധിച്ചു എന്ന് പറയപ്പെടുന്ന ആളിൻ്റെ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും ഒരേപോലെ ബ്ലഡ് മണി വാങ്ങാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും നിലനിൽക്കുന്ന പ്രധാന ഒരു പ്രശ്നം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ യമനിലെ ചില ഗോത്രവർഗ വിഭാഗത്തിന് പ്രത്യേക അധികാരങ്ങളുണ്ട്. ഈ അധികാരങ്ങൾ ഏതെങ്കിലും തരത്തിൽ പ്രയോഗിക്കാൻ കഴിയുമോ എന്നുള്ളത് ചില മുസ്ലിം ഉന്നത പണ്ഡിതരും ഒക്കെയായി ചർച്ച ചെയ്തുകൊണ്ട് കൃത്യമായ ഒരു ചർച്ച അനൗദ്യോഗികമായി തന്നെ ഭാരത സർക്കാർ നടത്തുന്നുണ്ട്. അതിനായി പ്രത്യേക സംഘത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിരീക്ഷിക്കുവാൻ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. അതേസമയം ഇത്തരം ചർച്ചകളുടെ വിശദാംശങ്ങൾ ഒരു കാരണവശാലും പുറത്തു പറയാൻ കഴിയില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. അത് ഏതെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ അതിനെ മറയ്ക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ തടയിടുവാൻ അത് ഉതകും. അതുകൊണ്ട് ഒരു തരത്തിലും ഇത്തരം ചർച്ചകൾ ഏത് രീതിയിൽ പോകുന്നു എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നത്. അതേസമയം തന്നെ ഇത്തരം ചർച്ചകൾ എല്ലാ തരത്തിലും പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ നിമിഷപ്രിയയെ മോചിപ്പിച്ചുകൊണ്ട് ഭാരതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളത് തന്നെയാണ് ഭാരതത്തിൻ്റെ സർക്കാർ പരിശ്രമിക്കുന്നത്. അത്തരം ചർച്ചകൾ പുരോഗമിക്കുന്നതിനൊപ്പം തന്നെ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ കഴിഞ്ഞ ദിവസം നിമിഷപ്രിയ സേഫ് ഫോറം ഹർജി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയും നിലപാട് വ്യക്തമാക്കിയാണ്. മറ്റൊരു ഇതര രാജ്യത്ത് നടക്കുന്ന സംഭവത്തിൽ ഒരു
കാരണവശാലും സുപ്രീം കോടതിക്ക് ഇടപെട്ടുകൊണ്ടൊരു ഉത്തരവിടാൻ കഴിയില്ല എന്നുള്ളത്, അല്ലെങ്കിൽ അത്തരം സാഹചര്യം എന്താണ് സുപ്രീം കോടതിയുടെ സാഹചര്യം ലിമിറ്റ് എന്നുള്ളത് കോടതി ഈ ഒരു വിഷയത്തിൽ കോടതിയും വ്യക്തമാക്കിയുണ്ടായി. ഏതായാലും അത്തരം ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കേന്ദ്ര സർക്കാർ വളരെ പോസിറ്റീവായി തന്നെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യമുണ്ടോ, പുതിയ ഏതെങ്കിലും വാതിലുകൾ തുറക്കുമോ എന്നുള്ളതൊക്കെ തന്നെയാണ് കേന്ദ്ര സർക്കാർ പരീക്ഷിക്കുന്നത്. പക്ഷേ യമനിലെ ഇത്തരം നിയമങ്ങൾ, അതായത് ഇപ്പോഴും ശരീഅത്ത് നിയമം കൂടുതലായി പ്രയോഗിക്കുന്നു. ഒപ്പം തന്നെ നെപ്പോളിയൻ വംശത്തിൽ നിന്നൊക്കെ തന്നെ ഉരുത്തിരിഞ്ഞ നിയമങ്ങളുടെ അല്ലെങ്കിൽ അങ്ങനെ പല നിയമങ്ങളുടെ ഒരു കൂട്ടായ്മ, ഒരു സംഗ്രമമാണ് യമനിൽ നടപ്പാക്കുന്നത്. നീതിന്യായ വ്യവസ്ഥകൾ കൃത്യമായി പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏറ്റവും ദുർബലമായ നിയമങ്ങളുള്ള രാജ്യങ്ങളിലൊന്നാണ് യമൻ എന്നുള്ളതും ഏറെ പ്രത്യേകതയാണ്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് സ്ത്രീകൾക്ക് യാതൊരുവിധ സ്വാതന്ത്ര്യമോ എന്നതിനപ്പുറം സ്ത്രീകളുടെ വാക്കിന് വലിയ വില പരിഗണിക്കാത്ത വില നൽകാത്ത കോടതികളാണ് യമനിലുള്ളത്. പുരുഷന്മാരുടെ ദൃക്സാക്ഷി മൊഴിയിൽ സ്ത്രീകളെ അകാരണമായി ശിക്ഷിച്ച ഒത്തിരി സംഭവങ്ങൾ യമനിലുണ്ടായിട്ടുണ്ട്. മാത്രമല്ല 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെ അടക്കം വധിക്കുന്ന സാഹചര്യം, അവരിൽ മേൽ വധശിക്ഷ നടപ്പാക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ വധശിക്ഷയിൽ തന്നെ പല രാജ്യങ്ങളെടുത്ത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ യമൻ വലിയ പ്രധാനപ്പെട്ട സ്ഥാനത്താണ് നിൽക്കുന്നത്. മുൻപന്തിയിലാണ് വധശിക്ഷയിൽ യമൻ നിൽക്കുന്നത് എന്നൊക്കെ നമ്മൾ ഇതിനോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം നിയമവ്യവസ്ഥകൾ പലപ്പോഴും യമനിലെ സാധാരണക്കാർക്ക് തിരിച്ചടിയാകാറുണ്ട്. അതായത് കോടതികൾ ഏകപക്ഷീയമായി പലതരത്തിലും ഇത്തരം ഉത്തരവുകൾ ഇട്ടു. അങ്ങനെ പല ജീവനുകൾ പൊലിഞ്ഞ കഥകൾ, പല മനുഷ്യാവകാശ സംഘടനകൾ ഈ വിഷയത്തിൽ, യമനിലെ ഇത്തരം വിഷയത്തിൽ ഇടപെടുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ഇതൊന്നും തന്നെ വിലപ്പോകുന്നില്ല, പ്രതിഫലിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം തന്നെ യമനിൽ ഈ കൊല്ലപ്പെട്ട നിമിഷപ്രിയ കൊന്നു എന്ന് പറയുന്ന വ്യക്തിയുടെ കുടുംബം, ആ കുടുംബത്തിൽ എല്ലാവരും ഒരേപോലെ ബ്ലഡ് മണി വാങ്ങാൻ തയ്യാറായാൽ ഈ വിഷയം പരിഹരിക്കപ്പെടും, അല്ലെങ്കിൽ ഇതിന് കൃത്യമായി പരിഹാരം കാണുമെന്നുള്ളത് തന്നെയാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ആ രീതിയിലുള്ള ചർച്ചകൾ, അവരെ അനുനയിപ്പിക്കാൻ ഉതകുന്ന ചർച്ചകളാണ് ഇപ്പോൾ യമനിലെ മുസ്ലിം പണ്ഡിതരും ഗോത്രവർഗ വിഭാഗത്തിൻ്റെ തലവന്മാരും ഒക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രധാനമായും അത്തരം ചർച്ചകൾക്കാണ് ഇപ്പോൾ നേതൃത്വം നൽകുന്നത്. എന്നാൽ അനൗദ്യോഗികമായാണ് ഇത്തരം ചർച്ചകൾ എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. നന്ദൻ, അതുപോലെ തന്നെ ദിസ്ന കഴിഞ്ഞ ദിവസം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭ്യർത്ഥനയിൽ യമനിലെ പ്രമുഖ മതപണ്ഡിതൻ ഹബീബ് ഉമറിന്റെ ഇടപെടലിൽ ഭരണ നിയമതലത്തിലൊക്കെ തന്നെ ചർച്ചകൾ നടന്നിരുന്നു എന്ന് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്ന കാര്യമാണ്. എങ്ങനെയാണ് അത് സംബന്ധിച്ചിട്ട് ദിസ്നയ്ക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? തീർച്ചയായും രാഗി, യമനിലെ നിയമവ്യവസ്ഥിതിയൊക്കെ പറ്റി നന്ദൻ നേരത്തെ സൂചിപ്പിച്ചു. ഇതിൽ പ്രധാനമായും ഇനി നിമിഷങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രമേ നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് അവശേഷിക്കെ വലിയൊരു പ്രതീക്ഷ തന്നെയാണ് ആ കുടുംബത്തിലേക്ക് വന്നു ചേരുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ സുന്നി പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഈ മരിച്ച തലാലിന്റെ കുടുംബവുമായി ചർച്ച നടന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ ചർച്ചയുടെ പൂർണ്ണ വിവരങ്ങളൊന്നും തന്നെ ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല. പ്രധാനമായും മുന്നോട്ട് വെച്ച ആവശ്യം എന്ന് പറയുന്നത് ഈ ദയാധനം സ്വീകരിച്ച് മാപ്പ് നൽകുക എന്നൊരു കാര്യമാണ്. പക്ഷേ അതിനോട് കുടുംബം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും അത്തരത്തിൽ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് പ്രതികരണം വന്നതിന് ശേഷമേ ഇനി അടുത്ത നടപടികളിലേക്ക് അല്ലെങ്കിൽ അടുത്ത ചർച്ചയുമായി ബന്ധപ്പെട്ട അടുത്ത ഘട്ടങ്ങളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ചർച്ചകൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ കുടുംബത്തിന്റെ മറുപടിയും ഇപ്പോൾ നിർണായകമായ ഒരു നിമിഷമായി മാറിയിരിക്കുകയാണ്. എന്തായാലും ഈ നേരത്തെ നന്ദൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ദയാധനം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കുടുംബാംഗങ്ങളുടെയും സമ്മതം ആവശ്യമാണ്. ആ ഒരു കാര്യത്തിൽ ഇതുവരെ തീരുമാനം അറിയിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അല്ലെങ്കിൽ നിമിഷപ്രിയയുടെ കുടുംബം മാപ്പ് പറഞ്ഞുകൊണ്ട് അവർ അത് സ്വീകരിക്കുകയും ചെയ്യുക എന്നത് തന്നെയാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും ചർച്ച ഇന്നലെ നടന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ കുടുംബത്തിന്റെ മറുപടി അനുസരിച്ചായിരിക്കും വരും ഘട്ടങ്ങളിലെ ചർച്ച എന്നത് തന്നെയാണ് നമുക്ക് ഈ വിഷയത്തിൽ പറയാൻ സാധിക്കുന്നത്. രാഗി, ശരി ദിസ്ന, യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാനുള്ള ചർച്ചകളാണ് ഇപ്പോൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള നിമിഷങ്ങൾ, ഓരോ നിമിഷവും നിർണായകമാണ്. എങ്ങനെയെങ്കിലും വധശിക്ഷ ഒഴിവാക്കി കിട്ടണം. അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്ന് വരികയാണ്. വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന് നന്ദഗോപനും, ദിസ്ന സുരേഷ് കോഴിക്കോട് നിന്നുമാണ്. ഒഡീഷയിലെ ബാലസോറിൽ അധ്യാപകന്റെ പീഡനത്തെ തുടർന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. സ്വയം തീ കൊളുത്തിയ പെൺകുട്ടിക്ക് 90% പൊള്ളലേറ്റിരുന്നു. ബിരുദ വിദ്യാർത്ഥിനിയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. വിദ്യാർത്ഥിയെ രാഷ്ട്രപതി സന്ദർശിച്ചിരുന്നു. സംഭവത്തിൽ കോളേജ് അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിരുന്നു. നൃത്തത്തിന്റെ
നൃത്തത്തിന്റെ പ്രധാന ഘടകമായ കരണങ്ങളെക്കുറിച്ച് രേഖാചിത്രങ്ങളുടെ സഹായത്തോടെ വിശദീകരിക്കുന്ന ഗ്രന്ഥത്തിന്റെ അവസാന മിനുക്കുപണിയിൽ നർത്തകി തലശ്ശേരിയിലെ കലാമണ്ഡലം ഷീബ കൃഷ്ണകുമാർ. ചിത്രകാരൻ BTK അശോകാണ് ഗ്രന്ഥത്തിന് രേഖാചിത്രം ഒരുക്കുന്നത്. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിലെ 4ാം അധ്യായത്തിലാണ് നൃത്തത്തിന്റെ അടിസ്ഥാന ഘടകമായ 108 കരണങ്ങൾ പ്രതിപാദിക്കുന്നത്. നർത്തകർ തൻ്റെ ശരീരഭാവങ്ങൾ, കൈകളുടെ നീക്കം, കാലുകളുടെ പൊക്കം എന്നിവയൊക്കെ ശാസ്ത്രീയ രീതിയിൽ ഏകീകരിച്ചാണ് കരണങ്ങൾ രൂപപ്പെട്ടത്. നാട്യത്തിലെ ഋജുത്വം, സൗന്ദര്യം, ഭാവസമ്പന്നത എന്നിവ കൈവരിക്കാൻ കരണങ്ങൾ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കരണങ്ങളെ രേഖാചിത്രത്തിൻ്റെ സഹായത്തോടെ സമ്പൂർണ്ണ ഗ്രന്ഥമുണ്ടാക്കാൻ ഷീബ കൃഷ്ണകുമാർ തീരുമാനിച്ചത്. നാട്യശാസ്ത്രത്തിലെ ഓരോ കരണങ്ങളുടെയും ശ്ലോകത്തിൽ പ്രതിപാദിച്ച പോലെ പോസ് ചെയ്യിക്കുകയും അത് അപ്പോൾ തന്നെ വരച്ചെടുക്കുകയും പിന്നീടത് നടരാജരൂപത്തിലേക്ക് മാറ്റുകയും ചെയ്തുള്ള ചിത്രരചനാ രീതിയാണ് പുസ്തകത്തിനായി സ്വീകരിച്ചിരിക്കുന്നത്. ഈ കരണങ്ങളെല്ലാം തന്നെ നമ്മൾ ഒരു പോസ് കൊടുത്ത് ആ കരണം വരച്ചതിന് ശേഷം അതിൻ്റെ ശ്ലോകം സംസ്കൃതത്തിൽ കൊടുത്തു. അതിനുശേഷം അതിൻ്റെ മലയാളം അർത്ഥം കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉപയോഗക്രമങ്ങൾ, നൃത്തത്തിൽ ഈ കരണങ്ങളുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നും കൂടി അതിൽ ഉൾപ്പെടുത്തുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഓരോ കരണങ്ങളുടെയും ചിത്രത്തിന് താഴെ നാട്യശാസ്ത്രത്തിലെ സംസ്കൃത ശ്ലോകത്തിൻ്റെ മലയാളം, ആ ശ്ലോകത്തിൻ്റെ അർത്ഥം, ഓരോ കരണങ്ങളുടെയും യോഗരീതി എന്ന ശൈലിയിലാണ് പുസ്തകം ചിട്ടപ്പെടുത്തുന്നത്. ലോക മാനവ സംസ്കൃതിക്ക് ഭാരതം നൽകിയ മഹത്തായ സംഭാവനയാണ് ഭരതമുനിയുടെ നാട്യശാസ്ത്രം. നാട്യശാസ്ത്രത്തിൽ 4ാം അധ്യായം താണ്ഡവലക്ഷണം എന്നുള്ള കരണങ്ങളെക്കുറിച്ചുള്ള അധ്യായത്തിലാണ് 108 കരണങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. എൻ്റെ 4ാമത്തെ പുസ്തകം ആയിട്ടാണ് അത് ചെയ്യുന്നത്. നാട്യശാസ്ത്രം 108 കരണങ്ങളുടെ തനിമ എന്നുള്ളതിനെക്കുറിച്ചാണ്. അതിന് എല്ലാ കരണങ്ങളും നമ്മൾ വരച്ചതിന് ശേഷമാണ് അത് ചെയ്തിട്ടുള്ളത്. ചിത്രകാരൻ BTK അശോകാണ് ചിത്രങ്ങൾ ഓരോന്നും വരയ്ക്കുന്നത്. ഏറെ ശ്രമകരമായ ഈ ദൗത്യം കൃത്യതയോടെയും സൂക്ഷ്മതയോടെയുമാണ് അദ്ദേഹം ക്യാൻവാസിലേക്ക് പകർത്തിയത്. ഒരു വെല്ലുവിളി എന്ന പോലെയാണ് അദ്ദേഹം ഈ ഉദ്യമം ഏറ്റെടുത്തതും. ഒരു പ്രത്യേകത എന്നുള്ളത് വരക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ടിയിരുന്ന കാര്യങ്ങൾ, പൊതുവേ നമ്മൾ മനുഷ്യനെ വരക്കുമ്പോൾ അത് നമ്മുടെ തലയുടെ 7.5 ഭാഗങ്ങളൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ അക്കാഡമിക്കലി അങ്ങനെയാണ് പഠിക്കുന്നത്. പക്ഷേ ദൈവരൂപങ്ങളെ വരക്കുമ്പോൾ അത് 7.5 എന്നുള്ളത് 8ഉം 9ഉം ഒക്കെ ആവുന്നു എന്നുള്ളത് അതും നമ്മളെ പാഠ്യപദ്ധതിയിലുണ്ട്. ആ നിലയിൽ ടീച്ചർ ഇതിന് പോസ് ചെയ്യുകയും ആ ടീച്ചറുടെ ആക്ഷൻസ് ഞാനത് ഒരു ശിവൻ എന്ന രീതിയിലേക്ക് പരകായ പ്രവേശം ചെയ്യുമ്പോൾ ആ രീതിയിൽ എങ്ങനെയാണ് അത്തരം ഒരു രൂപത്തിലേക്ക് ഈ ആക്ഷൻ ഉൾപ്പെടുത്തുക എന്നുള്ളത് കുറച്ച് കാഠിന്യമേറിയ ജോലി തന്നെയായിരുന്നു. 1/4 നൂറ്റാണ്ടായി നൃത്തരംഗത്തുള്ള ഷീബ കൃഷ്ണകുമാറിൻ്റെ സ്വപ്നം കൂടിയാണിത്. അന്യം നിന്നുപോയ അഷ്ടപതിയാട്ടം ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരുടെ നിർദ്ദേശങ്ങളോടെ വീണ്ടെടുക്കുകയും 200-ലധികം വേദികളിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭർത്താവ് കൃഷ്ണകുമാർ നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയും ഷീബയ്ക്ക് കരുത്താകുന്നു. ജനം, കണ്ണൂർ. ഇന്ത്യ സഖ്യം എതിർത്തത് വെറുതെയല്ല. ബീഹാറിലേത് ഞെട്ടിക്കുന്ന വോട്ട് കണക്കുകൾ. വോട്ടർ പട്ടികയിൽ 35 ലക്ഷം അനധികൃത കുടിയേറ്റക്കാർ, മരിച്ചുപോയ 17.5 ലക്ഷവും ലിസ്റ്റിൽ. തലയെടുപ്പോടെ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ ആവശ്യക്കാർ ഏറെ. 15-ലേറെ രാജ്യങ്ങൾ താൽപര്യം അറിയിച്ചെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി. ലക്നൌവിൽ നിർമ്മിക്കുമെന്നും രാജ്നാഥ് സിംഗ്. ഭൂമി തൊടാൻ ശുഭാംശു ശുക്ലയും സംഘവും. പേടകം ഇന്ന് തിരിച്ചെത്തും. ലാൻഡിംഗ് കാലിഫോർണിയയിൽ ഉച്ചകഴിഞ്ഞ്. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ തിരക്കിട്ട ചർച്ചകൾ. നയതന്ത്ര സ്വകാര്യ ചർച്ചകൾ പുരോഗമിക്കുന്നു. സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാർ.
ശശി തരൂർ ഇന്നത്തെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കില്ല. നേതൃത്വത്തെ അസൗകര്യം അറിയിച്ചു. ഇന്ന് സുപ്രീം കോടതിയിൽ പരീക്ഷാ ഫലത്തിനെതിരെ കേരള സിലബസ് വിദ്യാർത്ഥികളുടെ ഹർജി പരിഗണിക്കും. CBSE വിദ്യാർത്ഥികളുടെ തടസ്സ ഹർജിയും കോടതിയിലെത്തും. റഷ്യയ്ക്ക് അമേരിക്കയുടെ അന്ത്യശാസനം. 50 ദിവസത്തിനകം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണം, ഇല്ലെങ്കിൽ 100% താരിഫ് ഏർപ്പെടുത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ്. ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ച് വെസ്റ്റ് ഇൻഡീസ്. ഓസ്ട്രേലിയക്കെതിരായ 3-ാം ടെസ്റ്റിൽ 27-ന് ഓൾ ഔട്ട്. ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ ടീം ടോട്ടൽ. നമ്മൾ പോകുന്നത് ഡൽഹിയിലേക്കാണ്. ഭാരതത്തിന്റെ അഭിമാനമായ ബ്രഹ്മോസ് മിസൈലിനോട് താൽപര്യം പ്രകടിപ്പിച്ച് 15-ലേറെ രാജ്യങ്ങൾ. ബ്രഹ്മോസ് ലക്നൌവിൽ നിർമ്മിക്കുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ബ്രഹ്മോസിന്റെ കരുത്ത് ലോകം അറിഞ്ഞിരുന്നു. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, ബ്രഹ്മോസിന്റെ ആ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ കരുത്ത് ലോകം നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ അറിഞ്ഞിരുന്നു എന്ന് നമ്മൾ പലതവണ പറഞ്ഞിരുന്നു. പക്ഷേ അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഈ അസർബൈജാനിലൊരു പരിപാടിയിൽ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി തന്നെ ഈ ബ്രഹ്മോസിൻ്റെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതായത് ഏറ്റവും പാകിസ്ഥാൻ തന്നെയാണ് ബ്രഹ്മോസ് എന്താണെന്ന് ലോകരാഷ്ട്രങ്ങളോട് തുറന്നു പറഞ്ഞത്. ചിന്തിക്കാൻ കഴിയുന്നതിന് മുമ്പാണ് റാവൽപിണ്ടിയിലെ വ്യോമതാവളം ഭാരതത്തിന് ആക്രമിക്കാൻ കഴിഞ്ഞത്. അത് സാധ്യമായത് ഈ ബ്രഹ്മോസ് മിസൈലിലൂടെയാണ്. ആ ബ്രഹ്മോസിനായിട്ട് ഇപ്പോൾ 15-ലധികം രാജ്യങ്ങളാണ് ഇപ്പോൾ ഭാരതത്തിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് ബ്രഹ്മോസ് ഇതിനോടകം തന്നെ ഫിലിപ്പൈൻസിന് നമ്മൾ നൽകിയിട്ടുണ്ട്. ഇതിന് പുറമെ ഇപ്പോൾ മറ്റ് രാഷ്ട്രങ്ങൾ കൂടി ബ്രഹ്മോസ് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ പൂർണ്ണ വിജയം ആണ് അതിന് പിന്നിൽ എന്ന് വേണം വിലയിരുത്തുവാൻ വേണ്ടി. നേരത്തെ തന്നെ ബ്രഹ്മോസ് ആരാഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ബ്രഹ്മോസ് എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ലോകരാഷ്ട്രങ്ങൾ ശ്രമിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഓപ്പറേഷൻ സിന്ധൂറിൽ നമ്മൾ ബ്രഹ്മോസ് ഉപയോഗിച്ചപ്പോൾ പാകിസ്ഥാൻ്റെ 9 കേന്ദ്രങ്ങൾ തകർക്കാൻ സാധിച്ചത് അത് ബ്രഹ്മോസിൻ്റെ ഗുണം കൂടിയാണ്, അല്ലെങ്കിൽ ബ്രഹ്മോസിൻ്റെ ബലം കൂടിയാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സുഖോയ് 30-ൽ നിന്നും വിക്ഷേപിച്ച ബ്രഹ്മോസ് മിസൈലുകളാണ് റാവൽപിണ്ടിയിലെ എയർബേസിലെ റൺവേ അടക്കം തകർത്ത് റൺവേയിൽ വലിയൊരു കുളത്തിന് സമാനമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചത്. ഇതിൽ പ്രധാനമായി പാകിസ്ഥാൻ ഭരണകൂടം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന് മുമ്പേ ആയിരുന്നു ഇത്തരം ഒരു ആക്രമണം ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. പ്രതിരോധിക്കാൻ വേണ്ടി നിമിഷങ്ങൾ പോലും ലഭിച്ചില്ല. ഇത്തരം സാഹചര്യം പാകിസ്ഥാൻ തന്നെ തുറന്നു പറയുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇതൊരു ഘട്ടത്തിൽ പാകിസ്ഥാൻ്റെ സൈനിക വിഭാഗം ഇതിനെ നിഷേധിച്ചെങ്കിലും പാകിസ്ഥാൻ ഭരണകൂടം ഇത് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ പല വേദികളിലും ഈ ബ്രഹ്മോസിനെ പറ്റി തുറന്നു പറയുന്ന സാഹചര്യമുണ്ട്. അതായത് ഭാരതം ആക്രമണം നടത്തിയപ്പോൾ അതിൽ പ്രധാനമായും ഭാരതത്തിൻ്റെ ആവനാഴിയിൽ നിന്നും ഉപയോഗിച്ച അസ്ത്രങ്ങളിൽ അതിൽ ഏറ്റവും പ്രധാനം ബ്രഹ്മോസ് തന്നെയായിരുന്നു. ആ ബ്രഹ്മോസിൻ്റെ ഗുണഗണങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത് പാകിസ്ഥാൻ തന്നെ ഇതിനോടകം ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയ ഒരു സാഹചര്യത്തിലാണ് 15-ലധികം രാജ്യങ്ങൾ ഇപ്പോൾ ഭാരതത്തിന് മുന്നിൽ ബ്രഹ്മോസ് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ ബ്രഹ്മോസിന് പ്രത്യേക ഒരു യൂണിറ്റ് ലക്നൌവിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ഉദ്ഘാടനം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നിർവഹിച്ചിരുന്നു. അവിടെ പുതുതായി കൂടുതൽ ബ്രഹ്മോസുകൾ നിർമ്മിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇതിനോടകം തന്നെ ഒരുക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ലോകരാഷ്ട്രങ്ങൾക്ക് ആവശ്യമായ ബ്രഹ്മോസിൻ്റെ നിർമ്മാണം അത് ഭാരതത്തിൽ തന്നെ നിർവഹിച്ചുകൊണ്ട് DRDO, നമുക്കറിയാം ഡിഫൻസ് റിസർച്ച് ഓർഗനൈസേഷനാണ് ഇതിന് നേതൃത്വം നൽകിയിരുന്നത്. ഈ ബ്രഹ്മോസിൻ്റെ വികസനത്തിനും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങൾക്കും DRDO ആണ് നേതൃത്വം നൽകിയിരുന്നത്. DRDOയുടെ നേതൃത്വത്തിൽ തന്നെ ഇപ്പോൾ ലക്നൌവിൽ ആരംഭിച്ച പുതിയ യൂണിറ്റിൽ കൂടുതൽ ബ്രഹ്മോസ് യൂണിറ്റുകൾ ഉൽപ്പാദിപ്പിച്ച് ലോകരാഷ്ട്രങ്ങൾക്ക് വിതരണം ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് നിലവിലിപ്പോൾ ഭാരതമുള്ളത്. നന്ദൻ തുടരുക. അതുപോലെ തന്നെ കാനഡയിലെ ടൊറന്റോയിൽ രഥയാത്രയ്ക്കിടെ മുട്ടയെറിഞ്ഞ സംഭവത്തിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് ഭാരതം. പ്രവൃത്തി നിന്ദ്യവും സാമൂഹ്യ ഐക്യത്തിനെതിരെ ആണ് എന്നുമാണ് ഭാരതം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ കൃത്യമായ മറുപടി പറയേണ്ടതാണ്, അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുമുണ്ട്. ഇസ്കോഡ് നടത്തിയ രഥയാത്രയ്ക്ക് നേരെയായിരുന്നു ആക്രമണം നടന്നത്. നന്ദൻ, ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ കൂടി.
രഹി, അതായത് ടൊറാൻഡോയിൽ ഇസ്കോൺ സംഘടിപ്പിച്ച രഥയാത്ര, നമുക്കറിയാം ഇസ്കോൺ ഇത്തരം രഥയാത്രകൾ സംഘടിപ്പിക്കാറുണ്ട്. പുരി ജഗന്നാഥനെ ഈ രഥത്തിൽ ഇരുത്തി ആനയിക്കുന്നു എന്ന സങ്കല്പത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം രഥയാത്രകൾ അവർ സംഘടിപ്പിക്കാറുണ്ട്. ചെറുതും വലുതുമായ രഥയാത്രകൾ. അവർ ഈ ഹരേ രാമ ഹരേ കൃഷ്ണ എന്നുള്ള നാമം ജപിച്ചുകൊണ്ട് ഈ കൃഷ്ണരൂപം ഒരു രഥത്തിൽ വെച്ച് തെരുവിലൂടെ ഈ നാമം ജപിച്ചുകൊണ്ട് ഉരുട്ടുന്നതാണ്, അല്ലെങ്കിൽ ആ രഥം തെളിയിക്കുന്നതാണ് അവരുടെ ഒരു സമ്പ്രദായ രീതി എന്നുള്ളത്. ഇങ്ങനെ ടൊറാൻഡോയിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട രഥയാത്ര ഇസ്കോൺ സംഘടിപ്പിച്ചപ്പോഴാണ് സമീപത്തെ ഫ്ളാറ്റുകളിൽ നിന്നും മുകളിൽ നിന്നും മൊട്ടയേറുണ്ടായത്. ഈ മൊട്ടയെറിയുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ മറ്റും വൈറലായിട്ടുണ്ട്. വലിയ പ്രതിഷേധം അതിനെതിരെ ഉയർന്നിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള ഹൈന്ദവ വിശ്വാസികൾ അതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ വ്യൂവേഴ്സ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണത്. ഇത് കൃത്യമായി വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ വിദേശകാര്യ മന്ത്രാലയം കനേഡിയൻ ഭരണ നേതൃത്വത്തോട് ഇതുമായി ബന്ധപ്പെട്ട കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, സാമൂഹിക ഐക്യം തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ കുറ്റവാളികൾ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഭാരതത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അപലപനീയമായിട്ടുള്ള നടപടിയാണ് ഇതുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഭാരതത്തിൻ്റെ വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കർശനമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം കനേഡിയൻ ഭരണ നേതൃത്വത്തെ സമീപിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ആഘോഷങ്ങൾ എന്നുള്ളത് അത് ഒരു മതമൈത്രിയുടെയും ഐക്യത്തെയും ഒക്കെ തന്നെ സൂചിപ്പിക്കുന്നതാണ്. അതിനെ തകർക്കുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇത്തരത്തിൽ മൊട്ടയെറിഞ്ഞതിലൂടെ ഉണ്ടായത് എന്നുള്ളതാണ് ഭാരതം ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം ഇതിന്മേൽ കർശന നടപടി വേണമെന്നുള്ളത് ഈ കനേഡിയൻ ഭരണ നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നത്. രാഖി. ശരി നന്ദൻ. എന്തായാലും യൂട്യൂബിലെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് കൂടി പോവുകയാണ്. നമുക്ക് സ്ഥിരം പ്രേക്ഷകർ നിരവധി പേരുണ്ട്. അതിൽ ഒരാളാണ് പ്രദീപ് പി. അദ്ദേഹം ജനം ടി വിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഒപ്പം അദ്ദേഹത്തിൻ്റെ ആശംസ അറിയിക്കുന്നുണ്ട്. PRP കുറുപ്പ് എന്ന പ്രേക്ഷകൻ നമസ്തേ പറയുന്നുണ്ട്. നമസ്തേ. സദാനന്ദൻ നെടുനിലം, അദ്ദേഹം നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹം നമസ്തേ പറയുന്നുണ്ട്. നമസ്തേ. നിരവധി പ്രേക്ഷകർ ജനം ടി വിക്ക് ആശംസ അറിയിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും കമൻസ് കാണുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുകയാണ്. ഇനി നമ്മൾ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. 10 മാസത്തിനുള്ളിൽ 8.2 മില്യൺ TEU കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്ത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. കഴിഞ്ഞ വർഷം തുറമുഖം കൈകാര്യം ചെയ്തത് 1.2 മില്യൺ കണ്ടെയ്നറുകളാണ്. ഇതോടുകൂടി 7 ഇരട്ടി നേട്ടം കൈവരിക്കുകയാണ് വിഴിഞ്ഞം. തുറമുഖത്തിന്റെ അതിവേഗമുള്ള കുതിച്ചുചാട്ടത്തിൽ 10,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് കരാർ കമ്പനി. വിവരങ്ങളുമായി ടിൻഡു ദാസ് ഉണ്ട്. ടിൻഡു, തിരുവനന്തപുരത്തുകാർക്ക് വലിയ സന്തോഷം നൽകുന്ന വാർത്തയാണ്. ഒപ്പം വിഴിഞ്ഞത്തിന്റെ അതിവേഗമുള്ള ഈ കുതിച്ചുചാട്ടം വലിയ നേട്ടമാണ് നമുക്ക് ഉണ്ടാക്കി തരുന്നത്. രാഖി, കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 1.2 മില്യൺ TEU കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞം തുറമുഖം കൈകാര്യം ചെയ്തതെങ്കിൽ 8 മാസത്തിനുള്ളിൽ 8.2 മില്യൺ TEU കണ്ടെയ്നറുകൾ വിഴിഞ്ഞം തുറമുഖത്ത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിവേഗമാണ് വികസന കുതിപ്പ് വിഴിഞ്ഞത്ത് തുടരുന്നത്. നേരത്തെ കണക്കുകൂട്ടലനുസരിച്ച് 2045 കൂടി തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുകയും പൂർണ്ണമായിട്ടും ചരക്ക് വിനിമയത്തിലേക്ക് മാറുകയും ചെയ്യും എന്നായിരുന്നു കണക്ക്. പക്ഷേ കരാർ കമ്പനിയെയും അതോടൊപ്പം തന്നെ മറ്റ് ലോക മാരിടൈം വ്യവസായത്തെ ഞെട്ടിച്ചുകൊണ്ട് 8 മാസത്തിനുള്ളിൽ 7.5 ഇരട്ടി കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞം തുറമുഖത്ത് ഇതിനോടകം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് 10,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് അടുത്ത ഘട്ടത്തിൽ വിഴിഞ്ഞം തുറമുഖത്ത് നടക്കാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അടുത്ത 3 മാസത്തിനുള്ളിൽ എക്സ്ട്രീം ചരക്ക് വിനിമയം വിഴിഞ്ഞം തുറമുഖത്ത് നടക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളെ ചേർത്തിണക്കിക്കൊണ്ടുള്ള ഒരു എക്സ്ട്രീം ചരക്ക് വിനിമയമാണ് നടക്കുന്നത്. അങ്ങനെയെങ്കിൽ ജബൽപൽ, കൊളംബോ, സിംഗപ്പൂർ തുടങ്ങിയ തുറമുഖങ്ങളിലേക്കൊക്കെ പോകുന്ന ചരക്ക് വിനിമയം അന്താരാഷ്ട്ര ചാനലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളിലെ ചരക്ക് വിനിമയവും കൂടി വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിക്കാൻ സാധിക്കും. ഒരു പക്ഷേ ഇത്തരത്തിലുള്ള എക്സ്ട്രീം ചരക്ക് വിനിമയം വരുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ 75% കപ്പൽ മാർഗമുള്ള ചരക്ക് കൈമാറ്റങ്ങൾ നടന്നത് ഇത്തരം കൊളംബോ, സിംഗപ്പൂർ, ജബൽപൽ തുടങ്ങിയ തുറമുഖങ്ങൾ വഴിയായിരുന്നു. അതിൻ്റെ 25% വരുമാനം അവർക്കാണ് പൊയ്ക്കൊണ്ടത്. പക്ഷേ എക്സ്ട്രീം ചരക്ക് വിനിമയം നടക്കുന്നതിലൂടെ നമുക്ക് ഈ 75% സാമ്പത്തികമായിട്ടുള്ളൊരു നേട്ടം ഈ ഒരു ചരക്ക് വിനിമയത്തിലൂടെ നടക്കാൻ സാധിക്കും. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പൂർത്തിയായിക്കൊണ്ടിരിക്കും.
ലോറികൾ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. പ്രധാനപ്പെട്ട വാഹന കമ്പനികളുമായിട്ടുള്ള കരാറുകളൊക്കെ ഇതിനോടകം തന്നെ വിഴിഞ്ഞം തുറമുഖം ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെ സ്പെയർ പാർട്സുകൾ, അവരുടെ വാഹനങ്ങളൊക്കെ വിഴിഞ്ഞം തുറമുഖം വഴിയാണ് ഒരുപക്ഷെ ചരക്ക് വിനിമയം നടത്തുന്നത്. NH-66 ഒരു കണക്ഷൻ പദ്ധതി ആരംഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിവേഗം റോഡ് മാർഗമുള്ള ചരക്ക് വിനിമയവും വിഴിഞ്ഞം തുറമുഖത്ത് സാധ്യമാക്കാൻ സാധിക്കും. വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടങ്ങളാണ് കുറഞ്ഞ സമയം കൊണ്ടുണ്ടാകുന്നത്. രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. 2028 വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ എല്ലാം പൂർത്തിയാകുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവെക്കാനുള്ളത്. 10 മാസത്തിനുള്ളിൽ 8.2 മില്യൺ TU കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തിരിക്കുകയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. കഴിഞ്ഞ വർഷം തുറമുഖം കൈകാര്യം ചെയ്തത് 1.2 മില്യൺ കണ്ടെയ്നറുകളാണ്. ഇതോടുകൂടി 7 ഇരട്ടി നേട്ടമാണ് വിഴിഞ്ഞം കൈവരിച്ചിരിക്കുന്നത്. തുറമുഖത്തിന്റെ അതിവേഗമുള്ള കുതിച്ചുചാട്ടത്തിൽ 10,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് കരാർ കമ്പനി. ടിൻഡുദാസാണ് വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്തത്. ഇനി ഡൽഹിയിലേക്കാണ്. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ കണക്കുകളിൽ ഞെട്ടിത്തരിച്ച് രാജ്യം. 35 ലക്ഷം അനധികൃത കുടിയേറ്റ വോട്ടർമാരെയാണ് വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കണ്ടെത്തിയത്. 17.5 ലക്ഷം വോട്ടർമാർ ബീഹാറിന് പുറത്ത് സ്ഥിര താമസമാക്കിയവരും വോട്ടവകാശം ഇല്ലാത്തവരുമാണ്. 5.5 ലക്ഷം പേർ 2 തവണ രജിസ്റ്റർ ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി നന്ദഗോപനാണുള്ളത്. നന്ദഗോപൻ, വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഈ സംസ്ഥാനത്തിന് പുറത്തുള്ളവർ പോലും ഈ വോട്ടർ പട്ടികയിൽ കയറിക്കൂടി എന്നുള്ളതാണ്. രാഖി, വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണം ലക്ഷ്യം വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോയപ്പോൾ അതിനെ വലിയ ശക്തമായ രീതിയിൽ എതിർത്തതാണ് ഇന്ത്യ സഖ്യം. കോടതിയിൽ പോലും ഇന്ത്യ സഖ്യം ഇതുമായി ബന്ധപ്പെട്ട ഹർജികളുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ കോടതിയിൽ നിന്ന് പോലും തിരിച്ചടി ലഭിച്ചു. ഇന്നിപ്പോൾ കണക്കുകൾ പുറത്തു വന്നപ്പോൾ യഥാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന കണക്കുകൾ തന്നെയാണ്. 35 ലക്ഷം അനധികൃത വോട്ടർമാരാണ് ബീഹാറിലെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചത് എന്നുള്ള ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ മ്യാൻമാർ, അതേപോലെ തന്നെ നേപ്പാൾ, ബംഗ്ലാദേശ് സ്വദേശികളായിട്ടുള്ള അല്ലെങ്കിൽ അവിടെ പൗരത്വമുള്ളവർക്കാണ് ഇവിടെ ഭാരതത്തിലെ ബീഹാറിലെ വോട്ടർ പട്ടികയിൽ ഇത്തരത്തിൽ കടന്നുകൂടാൻ സാധിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല വിവിധ കണക്കുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. 6.6 കോടി വോട്ടർമാരിൽ നിന്നാണ് വിദേശികളായിട്ടുള്ള വോട്ടർമാരെ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിനോടകം തന്നെ 88% വോട്ടർമാർ പരിശോധനകളുടെ ഭാഗമായി എന്നുള്ളതും ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. മരിച്ചുപോയ 12.5 ലക്ഷം വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട്. നേരത്തെ ഈ മരിച്ചുപോയ 12.5 ലക്ഷം വോട്ടർമാരെയായിരുന്നു ഇത്തരത്തിൽ അനധികൃതമായി അവരെ നീക്കം ചെയ്യാതെ ഉൾപ്പെടുത്തിയിരുന്നത്. 17.5 ലക്ഷം വോട്ടർമാർ ബീഹാറിന് പുറത്ത് സ്ഥിര താമസമാക്കിയവരാണ്. അവർ വോട്ടവകാശം ഇല്ലാത്തവരാണ് എന്നുള്ളത് പ്രധാനമായും കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ 5.5 ലക്ഷം പേർ 2 തവണ വോട്ടവകാശത്തിനായി രജിസ്റ്റർ ചെയ്തു എന്നുള്ളതും വ്യക്തമായിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും കൂടുതൽ കുടിയേറ്റം ഉണ്ടായിരിക്കുന്നത് ഈ 3 രാജ്യങ്ങൾ, അതായത് ബംഗ്ലാദേശ്, മ്യാൻമാർ, അതേപോലെ തന്നെ നേപ്പാൾ എന്നീ 3 രാജ്യങ്ങളിൽ നിന്നുമാണ് അനധികൃതമായി ഇത്തരത്തിൽ കുടിയേറ്റം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം ഇന്ത്യ സഖ്യം, കോൺഗ്രസും അതേപോലെ തന്നെ RJD അടക്കമുള്ള ഇന്ത്യ സഖ്യം വലിയ രീതിയിൽ എതിർപ്പുകൾ ഉയർത്തിയതായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ പ്രത്യേക പരിഷ്കരണത്തിന്. ശക്തമായി എതിർത്തുകൊണ്ട് അവർ വലിയ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകിയിരുന്നു. അവർ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ശരി എന്നുള്ളത് പൂർണ്ണമായും ബോധ്യപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതായത് എൻ ബ്ലോക്കായി പ്രത്യേക വോട്ട്, അതായത് മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് എൻ ബ്ലോക്കായി തങ്ങളുടെ പെട്ടിയിൽ വീഴണമെന്ന് ആശിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരം പ്രതീക്ഷകളോടെയാണ് ഇത്തരം അനധികൃത വോട്ടർമാരെ ബീഹാറിലെ വോട്ടർ പട്ടികയിൽ ഉൾക്കൊള്ളിച്ചത് എന്നുള്ളത് ബോധ്യപ്പെടുന്നതാണ്. BJP അടക്കം ചൂണ്ടിക്കാണിച്ചത് യാഥാർത്ഥ്യമാണെന്ന് ഇപ്പോൾ കണക്കുകൾ വ്യക്തമാക്കുന്നു. 35 ലക്ഷം അനധികൃത വോട്ടർമാരെയാണ് ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യാൻ കഴിഞ്ഞത്. നേരത്തെ കോടതിയും ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിൽ, അതായത് ഇത്തരം പ്രത്യേക തീവ്ര പരിഷ്കരണം നടത്തുവാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം അത് യുക്തിയും പ്രായോഗികതയും ഉൾപ്പെട്ടതാണെന്ന് സുപ്രീം കോടതി പോലും നിരീക്ഷിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുന്നുവെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ വ്യക്തമാകുന്നത് കോടതിയുടെ തീരുമാനം ശരിയായിരുന്നു, കോടതിയുടെ നിരീക്ഷണം ശരിയായിരുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ശരി എന്നുള്ളത് ഇപ്പോൾ കണക്കുകൾ വ്യക്തമാകുമ്പോൾ അല്ലെങ്കിൽ കണക്കുകൾ പുറത്തുവിടുമ്പോൾ വ്യക്തമാക്കുന്നു. 5.5 ലക്ഷം വോട്ടർമാരാണ് 2 തവണ രജിസ്റ്റർ ചെയ്തിരുന്നത്. മാത്രമല്ല 12.5 ലക്ഷം വോട്ടർമാർ അവർ മരണപ്പെട്ടവരായിരുന്നു. അവരുടെ വോട്ടുകൾ പലരായി അത് വോട്ടുകൾ ചെയ്യാൻ വേണ്ടി
തയ്യാറെടുത്തിരിക്കുന്ന ഒരു അവസരത്തിൽ, അതായത് ഈ 12.5 ലക്ഷം കള്ളവോട്ടുകൾ ബീഹാറിൽ ചെയ്യുവാൻ വേണ്ടി ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ തയ്യാറെടുത്തിരിക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ കടുംവെട്ടുണ്ടായത്. 35 ലക്ഷം അനധികൃത വോട്ടുകളാണ് ബീഹാറിൽ ഇപ്പോൾ നീക്കം ചെയ്തിരിക്കുന്നത്. നന്ദൻ പറഞ്ഞത് തന്നെയാണ്, ക്രമക്കേടുകളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് ചെറിയ കണക്കുകളല്ല, ലക്ഷക്കണക്കിനാണ്. 5.5 ലക്ഷം പേർ 2 തവണ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. അതിൽ അനധികൃത കുടിയേറ്റക്കാർ എന്ന് പറയുമ്പോൾ ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമറിൽ നിന്നും നേപ്പാളിൽ നിന്നൊക്കെ വന്നവരാണ്. ഇന്ത്യ സഖ്യം നേരത്തെ ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തെ എതിർത്തിരുന്നു. ഇനിയിപ്പോൾ ഇത്രയും വലിയൊരു കണക്കൊക്കെ കാണുമ്പോൾ ഇവർ എന്തു പറഞ്ഞ് ന്യായീകരിക്കുന്നുണ്ട്? നിലവിൽ ഈ കണക്കുകൾ പുറത്തു വന്നതിന് ശേഷം ഇതുവരെയായിട്ടും പ്രതിപക്ഷ നേതാക്കളുടെ പ്രതികരണങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതേസമയം തന്നെ നമുക്കറിയാം, BJP നേരത്തെ മുതൽ തന്നെ ആരോപിക്കുന്നതാണ് 3 സംസ്ഥാനങ്ങൾ, അസം, പശ്ചിമ ബംഗാൾ, ബീഹാർ എന്നീ 3 സംസ്ഥാനങ്ങളിൽ ബംഗ്ലാദേശികൾ വ്യാപകമായി അനധികൃതമായി കുടിയേറി വോട്ടർ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ടെന്നുള്ളത് BJP പലതവണ ചൂണ്ടിക്കാണിച്ചതാണ്. പശ്ചിമ ബംഗാളിൽ ഉദാഹരണങ്ങൾ സഹിതം BJP അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് ഇതിനോടകം തന്നെ നീങ്ങിക്കഴിഞ്ഞു. ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം അസമിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ കൃത്യമായി തന്നെ നടക്കുന്നു. എന്നാൽ ബീഹാറിലെ അവസ്ഥ അതായിരുന്നില്ല. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വലിയ രീതിയിൽ വ്യാജ വോട്ടുകൾ ഈ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പലതവണ തെളിവുകൾ സഹിതം കണ്ടെത്തിയിട്ടും പ്രതിപക്ഷം അതിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തുകയായിരുന്നു. ഒരു കാരണവശാലും വോട്ടർ പട്ടിക പരിഷ്കരിക്കുവാൻ, തീവ്ര പരിഷ്കരണം നടത്തുവാൻ ഇന്ത്യ സഖ്യം അനുവദിച്ചിരുന്നില്ല. അവർ പ്രത്യക്ഷ സമര പരിപാടികളുമായി മുന്നിട്ടിറങ്ങി ഇതിനെ പരമാവധി തടയിടുവാൻ വേണ്ടിയായിരുന്നു ശ്രമിച്ചിരുന്നത്. മാത്രമല്ല, സമൂഹത്തിലേക്ക് വ്യാജ സന്ദേശം ഇതിനു പുറകെ നൽകി. അതായത് NRC നടപ്പാക്കുന്നതിൻ്റെ തുടക്കമാണ് ഇത്തരത്തിൽ ഈ തീവ്ര പരിഷ്കരണം നടത്തുന്നതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നുള്ള തരത്തിലുള്ള പ്രചരണങ്ങൾ പോലും ഇത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്നുമുണ്ടായി. അതായത് ഇവിടുത്തെ പൗരന്മാരെ പോലും നാട് കടത്തുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ബീഹാറിലെ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം എന്ന തരത്തിലുള്ള പ്രചരണങ്ങളും ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗത്തുനിന്നുമുണ്ടായി. എന്നാൽ അതല്ല യാഥാർത്ഥ്യം. കണക്കുകൾ വ്യക്തമാക്കുന്നു. നേരത്തെ BJP അടക്കം ചൂണ്ടിക്കാണിച്ചത് വസ്തുതയാണ്. 35 ലക്ഷത്തിലധികം വോട്ടർമാരാണ് അനധികൃതമായി ബീഹാറിലെ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയിട്ടുള്ളത് എന്ന് വ്യക്തമായ സാഹചര്യമുണ്ട്. ഏതായാലും നിലവിൽ ഈ പ്രതിപക്ഷ നേതാക്കളുടെ പ്രതികരണം ഇത് സംബന്ധിച്ചിട്ടുണ്ടായിട്ടില്ല. ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുവാൻ സാധ്യതയുണ്ട്. രാഖി. ശരി നന്ദൻ, ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ കണക്കുകളിൽ ഞെട്ടിയിരിക്കുകയാണ് രാജ്യം. 35 ലക്ഷം അനധികൃത കുടിയേറ്റക്കാരെയാണ് നമുക്ക്, അല്ലെങ്കിൽ കുടിയേറ്റ വോട്ടർമാരെയാണ് വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. 17.5 ലക്ഷം വോട്ടർമാർ ബീഹാറിന് പുറത്ത് സ്ഥിര താമസമാക്കിയവരും വോട്ടവകാശം ഇല്ലാത്തവരുമാണ്. 5.5 ലക്ഷം പേർ 2 തവണ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. എന്തായാലും നേരത്തെ ഇന്ത്യ സഖ്യം ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തെയൊക്കെ എതിർത്തിരുന്നു. എന്തായാലും ഒടുവിൽ അതിലെ കള്ളത്തരങ്ങളൊക്കെ പുറത്ത് വരികയാണ്. നന്ദഗോപാലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇതോടൊപ്പം തന്നെ പ്രേക്ഷകർ ആശംസ അറിയിക്കുന്നുണ്ട്. നോളജ് ഈസ് അവർ പവർ എന്ന ഐഡിയിൽ നിന്ന് ഗുഡ് മോർണിംഗ് ജനം TV എന്ന് പറയുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. അതോടൊപ്പം തന്നെ ഒരു അജയ് കുമാർ എന്ന പ്രേക്ഷകൻ പറയുന്നുണ്ട്, നമസ്തേ, ഗുരുപൂർണിമ ദിനത്തിൽ ഗുരുവിന് ആദരമർപ്പിച്ച കുഞ്ഞുങ്ങളെയും സ്കൂളിനെയും അപമാനിച്ച വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു എന്ന്. അങ്ങനെ ചില പ്രതിഷേധ കമന്റുകളും ഉണ്ട്. മുരളീധരൻ നാരായണൻ എന്ന പ്രേക്ഷകൻ പറയുന്നുണ്ട്, കേരളത്തിലെയും പശ്ചിമ ബംഗാളിലെയും ഒക്കെ ഈ വോട്ടർ പട്ടിക കൂടി പരിഷ്കരിക്കണം, എന്നാൽ ഇതിലേറെ കള്ളത്തരങ്ങൾ പുറത്ത് വരുമെന്ന്. എന്തായാലും കൂടുതൽ നടപടികളൊക്കെ ഉണ്ടാകട്ടെ. കൊച്ചിയിലേക്ക് പോവുകയാണ്. ഒരു വർഷത്തിനിടെ വെളിച്ചെണ്ണ വില കുതിച്ചുയർന്നത് 3 ഇരട്ടി. 470 രൂപയാണ് 1 ലിറ്റർ വെളിച്ചെണ്ണയുടെ ചില്ലറ വില. തേങ്ങയ്ക്ക് വില കൂടിയതോടെ വെളിച്ചെണ്ണ വില കുതിച്ചുയർന്നത് കുടുംബ ബജറ്റിനെയും താളം തെറ്റിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ഉണ്ട്. ജിജീഷ്, നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വെളിച്ചെണ്ണ ഒഴിവാക്കാൻ സാധിക്കില്ല, ഒപ്പം തേങ്ങയും. ഇങ്ങനെ പോയാൽ, ഇങ്ങനെ വില കൂടിയാൽ എന്ത് ചെയ്യും ജിജീഷ്? രാഗി പറഞ്ഞതുപോലെ തന്നെയാണ് ആളുകളുടെ സംസാര വിഷയം തന്നെ ഇപ്പോൾ വെളിച്ചെണ്ണ വിലയാണ്. നാലാൾ കൂടുന്നിടത്തെല്ലാം പരസ്പരം സംസാരിക്കുന്നത് വെളിച്ചെണ്ണ വില ഇങ്ങനെ പോയാൽ നമ്മളിനി എന്ത് ചെയ്യുമെന്ന ചോദ്യമാണ് പരസ്പരം. ആർക്കും അതിനൊരു ഉത്തരമില്ല. അതിന് ഉത്തരം നൽകേണ്ടത് സർക്കാർ സംവിധാനങ്ങളാണ്. കേരഫെഡാണ് വില കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത്. ഒരു ഭാഗത്ത് അവശ്യ സാധനങ്ങൾക്കെല്ലാം സംസ്ഥാനത്ത് വില കുതിച്ചുയരുന്നു. സാധാരണക്കാരൻ്റെ ബഡ്ജറ്റുകളെല്ലാം തന്നെ താളം തെറ്റുന്ന വിധത്തിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെയാണ് വെളിച്ചെണ്ണ വില കുറഞ്ഞ കാലത്തിനുള്ളിൽ
പല മടങ്ങാണ് വെളിച്ചെണ്ണ വില വർദ്ധിച്ചിട്ടുള്ളത്. മെയ് മാസം അത് 300 രൂപയിൽ നിന്നിരുന്ന വെളിച്ചെണ്ണ വിലയാണ് ഇപ്പോൾ 470, 450 ആകുന്നു. 470-ലും 400 കടന്ന് അങ്ങോട്ട് കുതിച്ച് പിന്നീട് അങ്ങോട്ട് കുതിക്കുകയായിരുന്നു. മാത്രമല്ല ഇനി വരാൻ പോകുന്നത് ഓണക്കാലമാണ്. ഓണക്കാലത്ത് വെളിച്ചെണ്ണയുടെ വിപണി വലിയ തോതിൽ വർദ്ധിക്കും, ആവശ്യം വർദ്ധിക്കും. കാരണം മലയാളിയെ സംബന്ധിച്ചിടത്തോളം അത് ഓണത്തിന് മാത്രമല്ല എല്ലാ വീട്ടാവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ വീട്ടിൽ പാചകത്തിന് ഒഴിച്ചുകൂടാനാകാത്തതാണ് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയ്ക്ക് പകരം മറ്റൊരു പാചക എണ്ണയെക്കുറിച്ച് മലയാളി സാധാരണ നിലയിൽ ആലോചിക്കാറില്ല. ബഡ്ജറ്റുകൾ താളം തെറ്റുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ ബഡ്ജറ്റുകൾ പിടിച്ചു നിർത്തേണ്ട സാഹചര്യത്തിലാണ് പലപ്പോഴും സൺഫ്ലവർ ഓയിലാണെങ്കിലും പാം ഓയിലാണെങ്കിലും അങ്ങനെ മറ്റ് ബദൽ മാർഗങ്ങളെ കുറിച്ച് ആലോചിക്കാറുള്ളത്. എന്നാൽ അതിനും ഇപ്പോൾ വില വർദ്ധിക്കുന്ന സാഹചര്യം, ആവശ്യക്കാർ വർദ്ധിച്ചു വരുന്നു. കടകളിലെല്ലാം തന്നെ വെളിച്ചെണ്ണ മാറ്റി പാം ഓയിലിലേക്കും സൺഫ്ലവർ ഓയിലിലേക്കുമെല്ലാം തന്നെ അവർ മാറിക്കഴിഞ്ഞു. വില വലിയ തോതിൽ തന്നെ വർദ്ധിക്കുന്നു. കാരണം ചിപ്സ് വറക്കുന്നതിനടക്കം ചിലവ് കൂടിയിട്ടുണ്ട്. അത് ആളുകൾ വാങ്ങാൻ വരുന്ന ആളുകൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കടക്കാർ അതിൻ്റെ വില വർദ്ധിപ്പിച്ചു. ഇനി വെളിച്ചെണ്ണ വില ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ അതനുസരിച്ച് ഇതിൻ്റെ എല്ലാം വില കുറക്കുമെന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. അങ്ങനെ ബഡ്ജറ്റുകളെല്ലാം തന്നെ താളം തെറ്റിയിരിക്കുന്നു. അതുതന്നെയാണ് ഇവിടെ പ്രതികരണങ്ങളായി പറയുന്ന ആളുകളടക്കം സൂചിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. വെളിച്ചെണ്ണ വില തങ്ങളെ വലിയ തോതിൽ ബാധിച്ചിരിക്കുന്നു. വെളിച്ചെണ്ണ വില ഈ വിധം പോയി കഴിഞ്ഞാൽ തേങ്ങയും വെളിച്ചെണ്ണയും ഒഴിവാക്കിക്കൊണ്ട് അടുക്കള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, പാചകം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, ഭക്ഷണകാര്യം അല്ലെങ്കിൽ വിശപ്പകറ്റാനുള്ള മാർഗങ്ങളെല്ലാം അവിടെ തടസ്സപ്പെടുന്നു എന്ന് തന്നെ ആളുകൾ പറയുന്നു. ആ ഒരു ഘട്ടത്തിൽ വെളിച്ചെണ്ണ വില നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ സംവിധാനങ്ങൾക്ക് ഒരു തരത്തിലും കഴിയുന്നില്ല എന്നതാണ് അതിലേറ്റവും വലിയ വിരോധാഭാസവും വീഴ്ചയുമായി നിലനിൽക്കുന്നത്. സാധാരണ ഇത്തരത്തിൽ വില വർദ്ധിച്ചു വരുന്ന കാണുന്ന സാഹചര്യത്തിൽ മറ്റു മാർഗങ്ങളെക്കുറിച്ച് ആലോചിക്കണം. അവിടെ ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ പറയുന്നത് ഒരു ഭാഗത്ത് കൃഷിയിലേക്ക് ആളുകൾ കൂടുതലായി തിരിയുന്നു, അങ്ങനെ ഒരു ഗുണം ഒരു ഭാഗത്തുണ്ടായി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അതിനെയും ന്യായീകരിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് വെളിച്ചെണ്ണ വില അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓണക്കാലത്ത് എങ്ങനെ കഴിയും ഈ തുടർന്ന് 600 രൂപ വരെ വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത്. 300, 400, 500 ആവാൻ അധിക ദിവസങ്ങൾ വേണ്ട, അത് 600 എത്തുമെന്ന കാര്യമാണ് ഇത് ഈ വ്യാപാരികളടക്കം സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. വില പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ, ബദൽ മാർഗങ്ങൾ ആലോചിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ BPL കാർഡ് ഉടമകൾക്ക് വെളിച്ചെണ്ണ കുറഞ്ഞ വിലയ്ക്ക് നൽകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുമെന്നെല്ലാം സർക്കാർ വ്യക്തമാക്കുന്ന അതേ ഘട്ടത്തിൽ നിലവിൽ സ്വീകരിച്ചിരിക്കുന്ന നടപടികളെല്ലാം വലിയ തോതിൽ വീഴ്ചയാണ് എന്ന് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. വെളിച്ചെണ്ണ വില ഈ രീതിയിൽ കുതിക്കുമ്പോൾ അത് തടയാനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. സാധാരണക്കാരെ രക്ഷിക്കുന്ന, സാധാരണക്കാരൻ്റെ പോക്കറ്റ് കാലിയാക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബാധ്യത സർക്കാരിനുമുണ്ട്. രാഗി, ജിജീഷ്, തേങ്ങയ്ക്ക് കൂടി വില കൂടിയതോടെ വെളിച്ചെണ്ണ വില റോക്കറ്റ് പോലെ കുതിക്കുകയാണ്. 400 കടന്ന് 470 രൂപയായി 500ലേക്ക് കുതിക്കുമെന്ന് ജിജീഷ് പറയുന്നുണ്ട്. അത് 600-ലെത്തി ചേരുമെന്നാണ് പറയുന്നത്. എന്തായാലും ഇതിനോടകം തന്നെ കുടുംബ ബജറ്റൊക്കെ താളം തെറ്റിയിരിക്കുന്ന അവസ്ഥയാണ്. ഇനിയും വില വർദ്ധിക്കുമെന്ന് പറയുമ്പോൾ അല്പമൊന്ന് ആശങ്കപ്പെടേണ്ട സ്ഥിതി തന്നെയാണ്. ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. സമൂസയും ജിലേബിയും ഇഷ്ടപ്പെടാത്തവർ ചുരുക്കമാണ്. എന്നാൽ അത് അത്ര വേണ്ട എന്നാണ് പുതിയ പഠനം തെളിയിക്കുന്നത്. സമൂസയും ജിലേബിയും നൽകുമ്പോൾ മദ്യക്കുപ്പികളിലും സിഗരറ്റ് കൂടുകളിലും പ്രദർശിപ്പിക്കുന്ന പോലെ ആരോഗ്യത്തിന് ഹാനികരമെന്ന മുന്നറിയിപ്പ് നൽകണമെന്ന നിർദ്ദേശം വന്നു കഴിഞ്ഞു. പഞ്ചസാരയും ട്രാൻസ്ഫാറ്റുമാണ് പുതിയ കാലത്തിന്റെ പുകയിലെന്നാണ് ആരോഗ്യമേഖലയുടെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ഇവയിൽ മറഞ്ഞിരിക്കുന്ന കൊഴുപ്പിന്റെയും പഞ്ചസാരയുടെയും വിവരങ്ങൾ ഓയിൽ ആൻഡ് ഷുഗർ ബോർഡുകളിലൂടെ പ്രദർശിപ്പിക്കാനാണ് നിർദ്ദേശം. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്കാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഈ നിർദ്ദേശം നൽകിയത്. സ്നാക്സുകളിലടക്കം അടങ്ങിയിരിക്കുന്ന അമിത എണ്ണയും പഞ്ചസാരയും അപകടമാണെന്ന ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പുകൾക്കിടയിലാണ് പുതിയ നിർദ്ദേശം. നാഗ്പൂരിലാണ് പുതിയ നീക്കം പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയത്. നാഗ്പൂരിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആയിരുന്നു പൈലറ്റ് ലൊക്കേഷൻ. പ്രമേഹവും ഹൃദ്രോഗവും ഉൾപ്പെടെ ജീവിതശൈലീ രോഗങ്ങളും അമിതവണ്ണവും യുവസമൂഹത്തിലും പിടിമുറുക്കുന്ന സാഹചര്യം കൂടി കണക്കിലെടുത്താണ് പുതിയ നിർദ്ദേശം പരക്കെ സ്വാഗതം ചെയ്യപ്പെടുന്നത്. രാജ്യത്തെ പ്രമുഖ ഭക്ഷണ സ്റ്റാളുകൾ ഉൾപ്പെടെ ഈ മുന്നറിയിപ്പുകൾ അടുത്ത ഘട്ടത്തിൽ പ്രദർശിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്, ജനം. വിശ്വസിച്ച് അല്ലെങ്കിൽ ആരോഗ്യത്തെ സംരക്ഷിച്ചുകൊണ്ട് എന്ത് കഴിക്കുമെന്ന ആശങ്കയാണിപ്പോൾ. എന്തായാലും നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. CPM ഭരിക്കുന്ന പാലക്കാട് കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്കിൽ വ്യാപക ക്രമക്കേടെന്ന് BJP. ബാങ്കിലെ സാമ്പത്തിക ഇടപാടുകളിലും ജീവനക്കാരുടെ നിയമനത്തിലും ഉൾപ്പെടെ ക്രമക്കേടെന്നാണ് ആക്ഷേപം ഉയർന്നത്. സംഭവത്തിൽ വിജിലൻസിനും ജോയിന്റ് രജിസ്ട്രാർക്കും സഹകരണ മന്ത്രിക്കും ഉൾപ്പെടെ BJP പരാതി നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി അരുൺ ആലത്തൂരുണ്ട്. അരുൺ, വിശദാംശങ്ങൾ.
CPM ഭരിക്കുന്ന കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്കിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണവുമായിട്ടാണ് ഇപ്പോൾ BJP രംഗത്തെത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ സഹകരണ ബാങ്കിലെ നിയമനങ്ങളിലും അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിലും ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് BJPയുടെ ആരോപണം. ഈ അടുത്തിടെയാണ് അവിടെ ഒരു 3 പേരെ പുതുതായിട്ട് നിയമിച്ചത്. ഈ സെക്രട്ടറി അടക്കമുള്ള ആളുകൾക്ക് മതിയായ യോഗ്യത ഇല്ല എന്നും പല ജീവനക്കാരുടെയും സർട്ടിഫിക്കറ്റ് വ്യാജമാണ് എന്നുള്ളതാണ് അതിലൊരു ആരോപണം. പ്രത്യേകിച്ച് ഈ തമിഴ്നാട്ടിൽ നിന്നും മറ്റും വ്യാജമായിട്ട് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാണ് ഇവർ അവിടെ നിയമനം നേടിയിരിക്കുന്നത് എന്നുള്ളതും മാത്രമല്ല ജീവനക്കാരിൽ പലരും CPM നേതാക്കളാണ്, CPM പ്രവർത്തകരാണ്. അത്തരത്തിലുള്ള ആളുകളെ യോഗ്യത പോലുമില്ലാതെ ഈ സഹകരണ ബാങ്കിൽ നിയമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പരാതിയായിട്ട് BJP ഉന്നയിക്കുന്നത്. മറ്റൊരു കാര്യമായി ഉന്നയിക്കുന്നത് ഈ ബാങ്കിലെ സാമ്പത്തിക കാര്യങ്ങളിലാണ്. ബാങ്കിലെ ലോണുകൾ ബാങ്കിന് പുറത്തു വെച്ച് സെറ്റിൽമെൻറ്റ് ചെയ്യുന്നു. പലതും ജപ്തിയൊക്കെ ആകുമ്പോൾ ആ ജപ്തി 5 ലക്ഷം രൂപയുടെ ജപ്തിയാണെങ്കിൽ അതിനെ 4 ലക്ഷം രൂപയ്ക്ക് പുറത്തു വെച്ച് സെറ്റിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. മാത്രമല്ല 130 കോടി രൂപ ടേൺ ഓവറുള്ള ബാങ്കിൽ 10 കോടി രൂപ പെട്ടെന്ന് വിഡ്രോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ 10 കോടി രൂപ വിഡ്രോ ചെയ്തത് പുറത്ത് CPM നേതാക്കൾ ഈ പണം വ്യാപകമായി വട്ടിപ്പലിശയ്ക്ക് നൽകുന്നു എന്നുള്ളൊരു ആരോപണവും BJP ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല ഈ CPM നേതാക്കളുടെ ലോണുകൾ അത് എഴുതിത്തള്ളുന്നതും ലെഡ്ജറിൽ വരവ് കാണിക്കാതെ ഈ സ്ഥിര നിക്ഷേപം ഇവിടെ ക്ഷണിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട് എന്നുള്ളതാണ് പ്രധാന പരാതികളായിട്ട് പറയുന്നത്. ഏതായാലും ഈ പരാതികൾ സംബന്ധിച്ച് വിശദമായിട്ട് തന്നെ BJP സഹകരണ വകുപ്പ് മന്ത്രിക്കും ജോയിന്റ് രജിസ്ട്രാർക്കും ഒപ്പം വിജിലൻസിനും ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ക്രമക്കേടുകൾ പുറത്ത് വരണം, അതിൽ കൃത്യമായ നടപടികൾ വേണം എന്നുള്ളതാണ് BJPയുടെ ആവശ്യം. BJPയുടെ അവിടുത്തെ മണ്ഡലം കമ്മിറ്റി, ശ്രീശൂരം മണ്ഡലം കമ്മിറ്റിയാണ് ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്, വിജിലൻസിൽ പരാതി നൽകിയിരിക്കുന്നു. ഒപ്പം ജോയിന്റ് രജിസ്ട്രാർക്കും സഹകരണ വകുപ്പ് മന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകിയിരിക്കുന്നത്. വിഷയത്തിൽ ശക്തമായ പോരാട്ടവുമായിട്ട് മുന്നോട്ട് പോവും എന്നുള്ളതാണ് BJP വ്യക്തമാക്കുന്നത്. ശരി അരുൺ, CPM ഭരിക്കുന്ന പാലക്കാട് കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്കിൽ വ്യാപക ക്രമക്കേടെന്ന കാര്യമാണ് BJP ചൂണ്ടിക്കാട്ടുന്നത്. ബാങ്കിലെ സാമ്പത്തിക ഇടപാടുകളിലും ജീവനക്കാരുടെ നിയമനത്തിലും ഉൾപ്പെടെ ക്രമക്കേടെന്ന ആരോപണമാണ് ശക്തമായി ഉയരുന്നത്. വിജിലൻസിനും ജോയിന്റ് രജിസ്ട്രാർക്കും സഹകരണ മന്ത്രിക്കും ഉൾപ്പെടെ BJP പരാതിയും നൽകിയിട്ടുണ്ട്. അരുണാലത്തൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. വെള്ളക്കെട്ടിൽ നട്ടം തിരിഞ്ഞ് ജനങ്ങൾ. തൃശൂർ മനക്കൊടി പുള്ള് റോഡിൽ വെള്ളക്കെട്ടായതിനാൽ ഇതുവഴി ഗതാഗതം നിലച്ചിട്ട് 1 മാസം പിന്നിടുന്നു. പ്രധാന ചാലിൽ കുളവാഴയും പായലും നിറഞ്ഞു കിടക്കുന്നതുകൊണ്ട് വെള്ളം ഒഴുകിപ്പോകാൻ വഴിയില്ലാതായതോടുകൂടി റോഡ് വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. പുള്ള് വിനോദസഞ്ചാര കേന്ദ്രവും ഇതോടെ ഒറ്റപ്പെട്ടു. കാരാഞ്ചിറയിൽ നിന്നും അരിമ്പൂർ, അന്തിക്കാട്, മണലൂർ, കോൾ മേഖലകൾ വഴിയാണ് വെള്ളമൊഴുകി ഏനാമാവ് റെഗുലേറ്റർ വഴി കടലിൽ പോകേണ്ടത്. മഴക്കാലമായാൽ മനക്കൊടി പുള്ളു പ്രദേശം മുതൽ പെരുമ്പുഴ വരെ KLDCയുടെ പ്രധാന ചാലിൽ കുളവാഴയും അതിനടിയിൽ ചണ്ടിയും കരിവാരിയും നിറഞ്ഞ് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടു. തടസ്സങ്ങൾ നീക്കേണ്ട ജലസേചന വകുപ്പ് ഇക്കാര്യത്തിൽ കാണിക്കുന്ന നിരുത്തരവാദപരമായ സമീപനമാണ് വാരിയംപടവിലും അഞ്ചുമുറിപ്പടവിലും വെള്ളം ഒഴിയാത്തതിന്റെ കാരണമെന്ന് കർഷകർ ആരോപിച്ചു. മാത്രമല്ല മനക്കുടിപ്പുള്ളു റോഡിൽ പലയിടത്തും റോഡ് താഴ്ന്നാണ് കിടക്കുന്നത്. അതിനാൽ ചാലിൽ കുളവാഴകൾ മൂലം ഒഴുക്ക് നിലയ്ക്കുമ്പോൾ വെള്ളം കവിഞ്ഞ് പാടശേഖരത്തിലേക്ക് ഒഴുകി പലതവണ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. റോഡ് 1 മീറ്ററോളം ഉയർത്തണമെന്നാവശ്യപ്പെട്ട് കർഷകർ മന്ത്രിമാർക്കടക്കം നിവേദനം നൽകിയിരുന്നു. ഏകദേശം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എല്ലാ വർഷവും ഈ റോഡിൽ വെള്ളം കയറുന്ന സ്ഥിതിയാണുള്ളത്. കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷമൊക്കെ ഏകദേശം 10 ദിവസം കൊണ്ട് ഈ റോഡിലെ വെള്ളം ഒഴുകി പോകാറുണ്ട്. ഇപ്രാവശ്യം ഏകദേശം 1 മാസം കഴിഞ്ഞു. യാത്രക്കാർക്ക് പോകാൻ പറ്റാതെ ഏറ്റവും വലിയ ദുരിതത്തിലാണ് നിൽക്കുന്നത്. 1 മാസത്തോളമായി റോഡിൽ വെള്ളം കെട്ടി നിൽക്കുകയാണ്. ആളുകൾക്ക് പോകാൻ വേണ്ടി സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇതിൻ്റെ ഭാഗമായി അരിമ്പൂർ പഞ്ചായത്തും അതേപോലെ തന്നെ ഈ പ്രദേശത്തെ കോൾ മേഖലയിലുള്ള കർഷകരെല്ലാം കൂടി ഒരുപാട് നിവേദനങ്ങൾ PWDക്ക് കൈമാറിയിട്ടുണ്ട്. PWD മിനിസ്റ്റർക്ക് കൊടുത്തിട്ടുണ്ട്, MLA ഇടപെട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പഠന റിപ്പോർട്ട് ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു പഠന റിപ്പോർട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയെന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ. റോഡരികിൽ മരങ്ങൾ പലതും കടപുഴകി വീണ് കിടക്കുകയാണ്. പെരുമ്പുഴ, മണലൂർ പ്രദേശങ്ങളിൽ കൂടുതൽ ചീപ്പുകൾ സ്ഥാപിക്കുകയും ചാലിലെ തടസ്സം യഥാസമയം മാറ്റുകയും ചെയ്തെങ്കിൽ മാത്രമേ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്ന് കർഷകരും പറയുന്നു. പുഴകളിലൊക്കെ വെള്ളം കുറഞ്ഞു, പക്ഷേ ഇവിടെ നിന്ന് വെള്ളം ഒഴിഞ്ഞു പോയിട്ടില്ല. അതിനൊരു പ്രധാന കാരണം നമ്മുടെ ഈ മെയിൻ കനാലിൽ ചണ്ടിയും കരിവാരിയും കുളവാഴിയും നിറഞ്ഞു നിൽക്കുന്നതാണ്. അത് ഈ വർഷം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറിഗേഷൻ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചു, പക്ഷേ അവർ അതിന് ഇതുവരെ തയ്യാറായിട്ടില്ല.
അവർ വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് ഫണ്ടില്ല എന്നുള്ള രീതിയിലേക്കാണ് അവർ സംസാരിക്കുന്നത്. പിന്നെ ഇവിടെ വെള്ളം പോകാത്തതിന് മെയിൻ കാരണം ഈ സ്ലൂവിസുകളുടെ കുറവാണ്. ഇപ്പോൾ കാഞ്ഞാങ്കോളിലൊക്കെ സ്ലൂവിസുകൾ പണിതാൽ തന്നെയാണ് ഇവിടെ നിന്നുള്ള വെള്ളം വലിഞ്ഞ് മണൽത്താഴം വഴി അങ്ങനെ പോവുകയുള്ളൂ. മണൽത്താഴത്തും ഈ പറഞ്ഞ പോലെ സ്ലൂവിസുകളുടെ കുറവുണ്ട്. ഈ ബണ്ടുകൾ വരുമ്പോൾ അതിന് ആവശ്യാനുസരണം സ്ലൂവിസുകൾ വെച്ചില്ലെങ്കിൽ ഈ വെള്ളം മനക്കൊടി പ്രദേശത്ത് എല്ലാ വർഷവും ഇതുപോലെ തന്നെ ദുരിതമായിട്ട് നിൽക്കും. പുള്ളു വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് ആളുകൾക്കെത്താൻ പറ്റാതെ വന്നതോടെ വിനോദസഞ്ചാരത്തെ ആശ്രയിച്ചു പ്രവർത്തിക്കുന്ന കടകളെല്ലാം അടഞ്ഞുകിടക്കുകയാണ്. കൊട്ടവഞ്ചി, പെഡൽ ബോട്ട് തുടങ്ങിയവയും കരയിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. തൃപ്രയാർ ഭാഗത്തു നിന്നുള്ളവർക്ക് എളുപ്പത്തിൽ തൃശ്ശൂരിലേക്ക് സഞ്ചരിക്കാവുന്ന വഴിയാണ് മനക്കൊടി പുള്ളു റോഡ്. കോടന്നൂർ ഭാഗത്തേക്കും ഇവിടെ നിന്ന് എളുപ്പമെത്താൻ കഴിയും. വെള്ളക്കെട്ടൊഴിയാൻ കാത്തിരിക്കുകയാണ് ഇതുവഴി സഞ്ചരിച്ചിരുന്ന യാത്രികർ. വെള്ളം കയറിക്കിടക്കുന്ന റോഡിലൂടെ മുന്നറിയിപ്പ് അവഗണിച്ച് യാത്ര ചെയ്യുന്നവരും കുറവല്ല. ജനം, തൃശൂർ. നേരത്തെ അരുൺ റിപ്പോർട്ട് ചെയ്ത സഹകരണ ബാങ്ക് തട്ടിപ്പ് ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിലാണ് ഉഷ നല്ലൂർ എന്ന പ്രേക്ഷക കമന്റ് ചെയ്തിട്ടുണ്ട്. CPM ആണ് ഭരിക്കുന്നത് എങ്കിൽ ക്രമക്കേട് ഉറപ്പല്ലേ? അവർക്ക് തെളിവില്ലാതെ തിരിമറി നടത്താനുള്ള കഴിവും ഉണ്ട് എന്ന്. എന്തായാലും പാർട്ടി ഇതൊക്കെ ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇത്തരം വാർത്തകൾ സ്ഥിരമായി വരുമ്പോൾ ജനങ്ങളും പറയുന്നുണ്ട്. എന്തായാലും തിരികെ വാർത്തകളിലേക്ക്. റഷ്യയ്ക്ക് അമേരിക്കയുടെ അന്ത്യശാസനം. 50 ദിവസത്തിനകം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ധാരണയിൽ എത്തിയില്ലെങ്കിൽ 100% താരിഫ് ഏർപ്പെടുത്തുമെന്നാണ് മുന്നറിയിപ്പ്. നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റെറ്റയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ട്രംപിന്റെ പ്രഖ്യാപനം വന്നിട്ടുള്ളത്. And I'm disappointed in President Putin because I thought we would have had a deal 2 months ago, but it doesn't seem to get there. So based on that, we're going to be doing secondary tariffs if we don't have a deal in 50 days. It's very simple. And they'll be at 100%. And that's the way it is. It can be more simple. It's just the way it is. I hope we don't have to do it. ഐസൻ ജോസ് ഉണ്ട്. ഐസൻ, ഗുഡ് മോർണിംഗ്. റഷ്യയ്ക്ക് അമേരിക്കയുടെ അന്ത്യശാസനമാണ്. 50 ദിവസത്തിനുള്ളിൽ യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ചിരിക്കണം, അല്ല എങ്കിൽ 100% താരിഫാണ്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? കൃത്യമാക്കി 100% താരിഫ് ചുമത്തും. 50 ദിവസത്തിനുള്ളിൽ യുക്രൈൻ യുദ്ധത്തിൽ ശാശ്വത പരിഹാരമായില്ലെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള ധാരണയിലെത്തിയില്ലെങ്കിൽ എന്നാണ് ഇപ്പോൾ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ട്രംപ് ഇന്നലെ വളരെ ഗൗരവമേറിയ ഒരു വാർത്തയായി ചർച്ച ചെയ്യപ്പെട്ടതാണ്. യുക്രൈനെ പാട്രിയറ്റ് മിസൈലുകൾ നൽകാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു എന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു. അത്തരത്തിൽ പാട്രിയറ്റ് മിസൈലുകൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ കൃത്യമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. പാട്രിയറ്റ് മിസൈലുകൾ നൽകുമെന്ന് പറഞ്ഞതിന് പിന്നാലെ നാറ്റോ സെക്രട്ടറി ജനറൽ, നേരത്തെ രാഖി സൂചിപ്പിച്ചതുപോലെ നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റെറ്റെ അമേരിക്കയിലെത്തി ഓവൽ ഓഫീസിൽ അദ്ദേഹവുമായി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ നടന്ന സംഭാഷണത്തിന്റെ ശകലങ്ങളാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. അതിൽ അദ്ദേഹം കൃത്യമായി പറയുന്നത് 100% അധിക താരിഫ് ഏർപ്പെടുത്തി ഇത്തരത്തിലുള്ള നീക്കങ്ങളെ കൃത്യമായി തടയുക, അതായത് ഇനിയും യുക്രൈനെതിരെ ആക്രമണം നടത്താനുള്ള നീക്കത്തെ തടയുക എന്നൊരു നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നത്. പലതരം താല്പര്യങ്ങൾ അമേരിക്കയ്ക്ക് ഇക്കാര്യത്തിലുണ്ട് എങ്കിൽ കൂടി യുദ്ധം അവസാനിപ്പിക്കുക എന്നത് അത്യന്തികമായ ലക്ഷ്യമാണ്. ഇത് ജോ ബൈഡന്റെ കാലത്തുണ്ടായ യുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രശ്നം പരിഹരിക്കേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നും അത്തരത്തിലുള്ള വിമർശനങ്ങളും അദ്ദേഹത്തിന്റെ ആഭ്യന്തര രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ 100 ദിവസം 100% അധിക താരിഫ് റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് ചുമത്തുമെന്ന ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ട്രംപ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. 50 ദിവസത്തിനുള്ളിൽ, അതായത് ഇന്ന് മുതൽ 50 ദിവസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കണം, അത് ഒരു ഡീൽ ഉറപ്പിക്കണം എന്നാണ് കൃത്യമായും ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ആശയവും. ശരി ഐസൻ, റഷ്യയ്ക്ക് അമേരിക്കയുടെ അന്ത്യശാസനം ലഭിച്ചിരിക്കുകയാണ്. എത്രയും വേഗം യുദ്ധം അവസാനിപ്പിച്ചില്ല എങ്കിൽ 100% താരിഫ്. ഇതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം. എന്തായാലും എന്ത് തീരുമാനമായിരിക്കും ഇനി സ്വീകരിക്കുക എന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. ഐസൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ആദായ നികുതി റീഫണ്ട് തട്ടിപ്പിൽ വൻകിട കമ്പനികളും സർക്കാർ ഉദ്യോഗസ്ഥരും തട്ടിപ്പ് നടത്തിയെന്ന് കണ്ടെത്തൽ. വൻ റാക്കറ്റാണ് വ്യാജ ആദായ നികുതി റിട്ടേൺ തയ്യാറാക്കിയത്. ഏജന്റുമാർക്കും കമ്മീഷനായി ലക്ഷങ്ങൾ ലഭിച്ചു എന്നാണ് കണ്ടെത്തൽ. ആദായ നികുതി വകുപ്പ് അന്വേഷണം കടുപ്പിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ഉണ്ട്. ജിജീഷ്, പുറത്തു വരുന്നതൊക്കെ വലിയ തട്ടിപ്പിന്റെ കഥകളാണ്. രാജ്യവ്യാപകമായിട്ടായിരുന്നു ഇന്നലെ ആദായ നികുതി വകുപ്പ് പരിശോധനകൾ നടത്തിയത്, റെയ്ഡുകൾ നടത്തിയത്. 7 സംസ്ഥാനങ്ങളിൽ പരിശോധനകൾ നടന്നു.
ഒപ്പം തന്നെ ഇതിൽ കേരളമുണ്ട്. കേരളത്തിൽ 5 ജില്ലകളിലായിരുന്നു പരിശോധന നടന്നത്. തൃശ്ശൂരിലും കോഴിക്കോടുമെല്ലാം തന്നെ പാലക്കാടുമെല്ലാം പരിശോധനകൾ നടന്നു. 5 ഏജന്റുമാരെ കേന്ദ്രീകരിച്ചാണ്, ഈ ഇൻകം ടാക്സ് പ്രാക്ടീഷണേഴ്സിനെ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധനകളും അന്വേഷണവും നടന്നത്. ഈ ഒരു അന്വേഷണത്തിലാണ് വലിയ സാമ്പത്തിക ഇടപാടുകൾ ആണ് നടന്നത്. കോടികളുടെ തട്ടിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നത് എന്നതിൻ്റെ വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുള്ളത്. അതിലേറ്റവും വ്യക്തമാകുന്നത് കോടികളുടെ തട്ടിപ്പാണ് ആദായ നികുതി റീഫണ്ട് തട്ടിപ്പിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. വ്യാജ റിട്ടേണുകൾ സമർപ്പിച്ചാണ് ഈ തട്ടിപ്പുകളെല്ലാം തന്നെ നടത്തിയിരിക്കുന്നത് എന്ന കാര്യമാണ് അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. അങ്ങനെ ആളുകൾക്ക്, വ്യക്തികൾക്കും സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ TDS അടക്കം കൃത്രിമം കാണിക്കുന്നതിന് വേണ്ടി വ്യക്തികൾക്ക് സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. വൻകിട സ്ഥാപനങ്ങൾക്ക് സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. സർക്കാർ ജീവനക്കാരടക്കം ഇതിൻ്റെ പങ്ക് പറ്റി എന്ന കാര്യം കൂടിയാണ് ആദായ നികുതി വകുപ്പ് കൂടുതൽ വിശദമാക്കി തന്നെ പറയുന്നത്. വൻകിട കമ്പനികളുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്, ഇവരെല്ലാവരും തന്നെ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തി അവർക്കെല്ലാം വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് വലിയ ആദായ നികുതി വെട്ടിപ്പ് കൂട്ടുനിന്നത് ഏജന്റുമാരും ഇത്തരത്തിലുള്ള പ്രാക്ടീഷണേഴ്സുമാണ്. അവരെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്ന കാര്യമാണ് അന്വേഷണ സംഘം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഏജന്റുമാർ കമ്മീഷനായി വാങ്ങിയത് ലക്ഷങ്ങളാണ് എന്ന കാര്യമാണ് ഇൻകം ടാക്സ് ചൂണ്ടിക്കാണിക്കുന്നത്. ഓരോ ആളുകളിൽ നിന്നും പണമായി വാങ്ങിയിരുന്നു. അതിൽ ആയിരക്കണക്കിന് രൂപ മുതൽ ലക്ഷക്കണക്കിന് രൂപ വരെ എത്ര രൂപയുടെ ആദായ നികുതിയാണ് വെട്ടിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ എത്ര രൂപയുടെ തട്ടിപ്പുകൾക്കാണ് കൂട്ട് നിൽക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിശ്ചിത കമ്മീഷൻ പറഞ്ഞു വാങ്ങുകയായിരുന്നു ഈ ഏജന്റുമാർ ചെയ്തത്. അങ്ങനെ കോടികളുടെ നഷ്ടം ആദായ നികുതി വകുപ്പിന്, ആദായ നികുതി ഇനത്തിൽ രാജ്യത്തിന് ലഭിക്കേണ്ട കോടികളാണ് ഈ ആളുകൾ ചേർന്ന് നഷ്ടപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു അന്വേഷണത്തിന്റെ സാധ്യതകളാണ് തുറന്നിരിക്കുന്നത്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നുണ്ട്. ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത ആളുകളെ വിശദമായി തന്നെ ആദായ നികുതി വകുപ്പ് ചോദ്യം ചെയ്യുകയാണ്. ഇവരിൽ നിന്ന് ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടികളിലേക്ക് കൂടി ആദായ നികുതി വകുപ്പ് കടക്കുകയും ചെയ്യും. ഇതൊരു ചെറിയ കാലത്തേക്ക് തുടങ്ങിയ തട്ടിപ്പല്ല, കാലങ്ങളായി നടക്കുന്നതാണ് എന്നാണ് അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഓൺലൈനായി ആദായ നികുതി സൗകര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കുന്നതിന് വേണ്ടി ഓൺലൈൻ സൗകര്യങ്ങൾ കൂടി വന്നതോടുകൂടി തട്ടിപ്പിന് മറ്റു ചില മാർഗങ്ങൾ, അല്ലെങ്കിൽ ഈ ഓൺലൈൻ മാർഗങ്ങളെ തന്നെ ഈ തട്ടിപ്പുകാർ ആശ്രയിക്കുകയായിരുന്നു. അതിലൂടെ വലിയ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തുക എന്നത് തന്നെയായിരുന്നു ഇവർ ചെയ്തിരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന കാര്യം ആദായ നികുതി വകുപ്പ് ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. രാഗി, ശരി ജിജീഷ്, ആദായ നികുതി റീഫണ്ട് തട്ടിപ്പിൽ വൻകിട കമ്പനികളും സർക്കാർ ഉദ്യോഗസ്ഥരും തട്ടിപ്പ് നടത്തിയെന്ന കണ്ടെത്തലാണ് നടത്തിയിരിക്കുന്നത്. ഏജന്റുമാർക്കും കമ്മീഷനായി ലക്ഷങ്ങൾ ലഭിച്ചുവെന്നും കണ്ടെത്തലുണ്ട്. ആദായ നികുതി വകുപ്പ് അന്വേഷണം കടുപ്പിച്ചിട്ടുമുണ്ട്. ജിജീഷ് കരുണാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്. വിസയില്ലാതെ ചൈനയിലേക്ക് യാത്ര ചെയ്യാൻ അനുമതിയുള്ള രാജ്യങ്ങളിലെ പൗരന്മാരുടെ പട്ടികയിൽ നിന്ന് പാകിസ്ഥാനെ ഒഴിവാക്കി. 74ഓളം രാജ്യങ്ങൾക്കാണ് വിസയില്ലാതെ ചൈനയിലേക്ക് യാത്ര ചെയ്യാൻ അനുമതി നൽകിയിരുന്നത്. ഈ രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്നാണ് പാകിസ്ഥാൻ പൗരന്മാരെ ചൈന ഒഴിവാക്കിയത്. വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു വിസയില്ലാതെ യാത്ര അനുവദിച്ചിരുന്നത്. 30 ദിവസം ചൈനയിൽ ഇത്തരത്തിൽ എത്തുന്ന യാത്രക്കാർക്ക് തങ്ങാനും അവസരം ഉണ്ടായിരുന്നു. വിവരങ്ങളുമായി ഐസൻ ഉണ്ട്. ഐസൻ, എന്ത് കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടാണ് പാകിസ്ഥാനെ ഒടുവിൽ ഔട്ടാക്കുന്നത്? തീർച്ചയായും പാകിസ്ഥാൻ ഔട്ടായത് എന്താണ് കാരണമെന്ന ഔദ്യോഗികമായ വിശദീകരണം വന്നില്ല എങ്കിൽ കൂടി ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് തന്നെയാണ് ഒരു പ്രതിസന്ധിയായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിലൊരു സാധ്യത മുതലെടുത്ത് അന്താരാഷ്ട്ര തലത്തിൽ ഭീകരപ്രവർത്തനം നടത്തുന്ന, അല്ലെങ്കിൽ അന്താരാഷ്ട്ര ഭീകരരായി പ്രഖ്യാപിക്കപ്പെട്ട പലരും എത്തിപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് ചൈനയെ ഇത്തരത്തിൽ ഒരു കർശന നടപടിയിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ്. 74ഓളം രാജ്യങ്ങൾക്ക് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ 30 ദിവസം ചൈനയിലേക്ക് വിസ ഇല്ലാതെ എത്തി അവിടെ തങ്ങിയതിനു ശേഷം തിരിച്ചു പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം നൽകിയത്. അത്തരത്തിലുള്ള 74 രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് പാകിസ്ഥാനെ മാത്രം അടിയന്തരമായി ഒഴിവാക്കി എന്നുള്ളത് ഇത്തരം ഒരു പ്രശ്നം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളും ഉയർന്നു വരുന്നുണ്ട്. അതായത് ചില ഭീകരപ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് അവിടെ പാകിസ്ഥാനിലെ ചിലർ ചൈനയിലെത്താനുള്ള സാധ്യതയുണ്ട്. ചൈനയിൽ നിന്ന് അതിന്റെ ആസൂത്രണം നടത്തുന്നതിനും ഒരു സുരക്ഷിത താവളമാക്കാനും ചൈനയെ മറ്റേതെങ്കിലും രീതിയിൽ, അതായത് 30 ദിവസത്തിനുള്ളിൽ തിരിച്ചു പോകണമെന്ന നിബന്ധന പാലിക്കാതെ മറ്റേതെങ്കിലും ഒളിയിടങ്ങളിലേക്ക് കടക്കാനും അത്തരത്തിലുള്ള നിരവധിയായ ഭീകര സ്വഭാവമുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ട് തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇന്റലിജൻസ് വിവരങ്ങൾ തന്നെയാണ് ചൈനയെ ഈ ഒരു നിലപാടെടുക്കാൻ പ്രേരിപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ മറ്റ് 73ഓളം രാജ്യങ്ങൾക്ക് നൽകിയ ഈ അനുമതിയിൽ 73 രാജ്യങ്ങൾക്ക് ഇത്തരത്തിൽ അനുമതി നൽകിയ രാജ്യത്തെ പൗരന്മാർക്ക് നൽകിയ 30 ദിവസത്തെ വിസയില്ലാതെ യാത്ര ചെയ്യാനുള്ള അനുമതിയിൽ
ഒട്ടും ഒഴിവാക്കുന്നു എന്നുള്ളത് തന്നെ ഏറെ ഗൗരവമായി നിരീക്ഷിക്കേണ്ട ഒരു കാര്യവും കൂടിയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ സംവിധാനം ഒരുക്കിയത് എങ്കിൽ കൂടി ആ ടൂറിസത്തിന്റെ മറവിൽ രാജ്യത്ത് കടന്നു കയറി അതിക്രമം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരെ മാത്രമാണ് തടഞ്ഞിരിക്കുന്നത് എന്നൊരു വിശദീകരണം തന്നെ പ്രത്യക്ഷത്തിലല്ലാതെ ലഭ്യമാകുന്നുണ്ട്. തീർച്ചയായും ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടിനെ നേരത്തെ ചൈന തന്നെ അപലപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ അത്തരം നിലപാടുകൾ അംഗീകരിക്കില്ലെന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ സൗജന്യ യാത്ര അല്ലെങ്കിൽ വിസ രഹിത യാത്രയുടെ പട്ടികയിൽ നിന്നും പാകിസ്ഥാൻ പൗരന്മാരെ ഒഴിവാക്കിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ഐസൻ വിസയില്ലാതെ ചൈനയിലേക്ക് യാത്ര ചെയ്യാൻ 74 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് അനുമതി ഉണ്ടായിരുന്നു. ഈ പട്ടികയിൽ നിന്നൊടുവിൽ പാകിസ്ഥാൻ പൗരന്മാരെ ഒഴിവാക്കി എന്നുള്ള വാർത്തയാണ് പുറത്ത് വരുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ചൈനയ്ക്കൊടുവിൽ പാകിസ്ഥാൻ പൗരന്മാർക്കെതിരെ അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെ നടപടി എടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഭീകരരോട് മൃദു സമീപനം പുലർത്തുന്ന അല്ലെങ്കിൽ ഭീകരർക്ക് വേണ്ടി സ്പോൺസർ ചെയ്യുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ഇതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കാം ഒടുവിൽ ചൈനയ്ക്ക് അനങ്ങേണ്ടി വരുന്നത്. ഐസൻ ജോസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഡാർക്ക് നെറ്റ് ലഹരി കേസിൽ വിദ്യാർത്ഥികളെയും ലഹരി സംഘം ലക്ഷ്യമിട്ടതായി സൂചന. കൊച്ചി കേന്ദ്രമായിട്ടുള്ള നിരവധി ലഹരി സംഘങ്ങൾക്ക് കെറ്റമെലോൺ ലഹരി എത്തിച്ചിരുന്നു. അറസ്റ്റിലായ എഡിസൺ ബാബു അടക്കം 3 പേരെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് NCB. കസ്റ്റഡി അപേക്ഷ ഇന്ന് നൽകുകയും ചെയ്യും. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ഉണ്ട്. ജിജീഷ്, നിരവധി സംഘങ്ങൾക്ക് ഇവർ ലഹരി എത്തിച്ചു എന്നുള്ളതാണ്. എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? രാഗി, ഈ കെറ്റോമെലോൺ എന്ന പേരിൽ അത് എഡിസൺ ബാബു തുടങ്ങിയ ഒരു ബ്രാൻഡാണ്. ഈ ലഹരി വിൽപ്പനയ്ക്ക് വേണ്ടി, ഡാർക്ക് നെറ്റിലൂടെയുള്ള ലഹരി വിൽപ്പനയ്ക്ക് വേണ്ടി നിരവധി ബ്രാൻഡുകളുണ്ട്, പല പേരുകളിൽ. ഇവർ തമ്മിൽ തന്നെ ഒരു മത്സരമുണ്ട് ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അങ്ങനെയാണ് വിവിധ ലെവലുകൾ, സ്റ്റാർ റേറ്റിംഗുകൾ പോലും. കൂടുതൽ ലഹരി വിൽക്കുന്ന ആളുകൾക്ക് ഈ ഡാർക്ക് നെറ്റിൽ സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. അങ്ങനെ സ്റ്റാർ റേറ്റിംഗിൽ 4, അതായത് മോശമല്ലാത്ത ഏറ്റവും ഉയർന്ന തന്നെ ഉള്ള ഒരു നിലയിലേക്ക് ലഹരി വിൽപ്പനയിലൂടെ എത്തിച്ച ആളാണ് ഈ എഡിസൺ ബാബു എന്ന് പറയുന്നത്. എഡിസൺ ബാബു കൃത്യമായി തന്നെ വിദ്യാർത്ഥികളെയാണ് ലക്ഷ്യം വെച്ചിരുന്നത് എന്ന ഒരു വിവരമാണ് ഇപ്പോൾ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. കാരണം പ്രധാനമായും യുവാക്കളിലേക്കും വിദ്യാർത്ഥികളിലേക്കും ലഹരി എത്തിക്കുക, അത് കൊറിയറായി അവർ ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക, അതിലൂടെ ഈ കണ്ണികളെ ഉപയോഗിച്ച് കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ലഹരി കൈമാറുക എന്നത് തന്നെയായിരുന്നു ഇവർ ലക്ഷ്യമിട്ടിരുന്നത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് അവരുടെ അന്വേഷണം തുടരുന്ന ഘട്ടത്തിൽ ലഭിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ 4 ദിവസത്തെ കസ്റ്റഡിയിൽ 3 പ്രതികളെ ലഭിച്ചിരുന്നു. എഡിസൺ ബാബു, അരുൺ തോമസ്, ഡിയോൾ എന്നിവരെയായിരുന്നു ഇത്തരത്തിൽ 4 ദിവസത്തെ കസ്റ്റഡിയിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് ലഭിച്ചത്. ആ ചോദ്യം ചെയ്യലിൽ ലഭിക്കാത്ത നിരവധി വിവരങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ ചില തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ആ തെളിവുകൾ കേന്ദ്രീകരിച്ചുള്ള ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിട്ടാണ് ഒരിക്കൽ കൂടി 4 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെടാൻ ഒരുങ്ങുന്നത്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കസ്റ്റഡി അപേക്ഷ കോടതിയിൽ സമർപ്പിക്കും. അങ്ങനെ അടുത്ത ദിവസം തന്നെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്കാണ് കടക്കുന്നത്. പ്രത്യേകിച്ച് ഈ ലഹരി വിൽപ്പനയുടെ കണ്ണികളായി മാറിയ ആളുകൾ ആരെല്ലാമാണ്? വിദ്യാർത്ഥികൾ ഇതിന്റെ ഭാഗമായി മാറിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഉള്ള ലഹരി സംഘങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, ഈ ഒരു ഡാർക്ക് നെറ്റ് ലഹരി ഇടപാടിലെ കെറ്റാമെലോണിനെ പോലെ മറ്റു ബ്രാൻഡുകളും വിദ്യാർത്ഥികളെ തന്നെയായിരുന്നു പ്രധാനമായും ലക്ഷ്യം വെച്ചിരുന്നത്. ആ വിദ്യാർത്ഥികൾക്ക് ലഹരി എത്തിച്ചുകൊണ്ട് ഇതിന്റെ വ്യാപനം തന്നെയായിരുന്നു ഈ പ്രതികൾ ലക്ഷ്യമിട്ടത്. അതിലൂടെ വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുകയും അത് ബിനാമി പേരുകളിൽ സംസ്ഥാനത്തിന് അകത്തും സംസ്ഥാനത്തിന് പുറത്തും നിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡാർക്ക് നെറ്റ് ലഹരി സംഘം വിദ്യാർത്ഥികളെ അടക്കം ലക്ഷ്യമിട്ടു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്ന് വാർത്ത സമഗ്രമായി തന്നെ റിപ്പോർട്ട് ചെയ്തത്. ഇനി തിരുവനന്തപുരത്തേക്കാണ്. ഈ മാസം 9 നടന്ന അഖിലേന്ത്യാ പണിമുടക്കിൽ KSRTCക്ക് നഷ്ടം 4,70,00,000 രൂപ. ടിക്കറ്റേതര വരുമാനം ഉൾപ്പെടെ ആകെ ലഭിച്ച വരുമാനം 1.83 കോടി രൂപ മാത്രമാണ്. 6 മാസത്തെ ശമ്പള വിതരണത്തെ ബാധിക്കുമെന്ന വിലയിരുത്തലിലാണ് മാനേജ്മെന്റ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജൂലൈ 9 ഇടത് ട്രേഡ് യൂണിയനുകളിൽ നടത്തിയ അഖിലേന്ത്യാ പണിമുടക്കിൽ KSRTCയിലെ ഭൂരിഭാഗം തൊഴിലാളികളും പങ്കാളികളായിരുന്നു. പല ടിപ്പുകളിലും സർവീസിനിറങ്ങിയ ബസ്സുകൾ സമരാനുകൂലികൾ തടഞ്ഞു. KSRTC സർവീസ് നടത്തുമെന്ന ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ വാക്കുകൾ ഇടത് തൊഴിലാളികൾ മുഖവിലക്കെടുത്തതുമില്ല. ഇപ്പോഴിതാ അന്നത്തെ കണക്കുകൾ പുറത്തുവന്നു. ആകെ ലഭിച്ച വരുമാനം 1.83 കോടി രൂപ. ശമ്പളവും ഡീസലും വായ്പാ തിരിച്ചടവും പെൻഷൻ ആനുകൂല്യങ്ങളും ഉൾപ്പെടെ ചിലവ്
6.46 കോടി, നഷ്ടം 4.70 കോടി രൂപ. അതേസമയം കഴിഞ്ഞ വർഷം ജൂലൈ 10 ബുധനാഴ്ച കോർപ്പറേഷൻ ലഭിച്ച വരുമാനം 7.25 കോടിയാണ്. ചിലവ് 7.63 കോടി, നഷ്ടം 38 ലക്ഷം രൂപ. SBI ബാങ്കിൽ നിന്നും 100 കോടി രൂപ ഓവർ ഡ്രാഫ്റ്റ് എടുത്താണ് എല്ലാ മാസവും 1-ാം തീയതി ശമ്പളം കൊടുക്കുന്നത്. ഒരു ദിവസം തിരിച്ചടവ് പലിശയിൽ ഉണ്ടാകുന്ന വ്യതിയാനം ശമ്പള വിതരണത്തെ താളം തെറ്റിക്കും. ഇപ്പോഴുണ്ടായ പ്രതിസന്ധി വരാൻ പോകുന്ന 6 മാസത്തെ ശമ്പള വിതരണം അവതാളത്തിലാക്കുമെന്നാണ് മാനേജ്മെന്റിന്റെ വാദം. എന്നാൽ കോർപ്പറേഷന് നഷ്ടമുണ്ടാക്കിയതിനെതിരെ നടപടി ഉണ്ടാകുമോ എന്നതാണ് പ്രധാന ചോദ്യവും. അഖിൽ പാലോട്ടമഠം, ജനം, തിരുവനന്തപുരം. മൊബൈൽ ഫോണുകൾ കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ സങ്കടപ്പെടേണ്ട, കണ്ടുപിടിച്ചു തരാൻ പോലീസുണ്ട് കൂടെ. ഇങ്ങനെ കണ്ടെത്തിയ 75-ലധികം മൊബൈൽ ഫോണുകൾ പരാതിക്കാർക്ക് തിരികെ നൽകിയിരിക്കുകയാണ് കോട്ടയം പോലീസ്. മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കിടെ രോഗശയ്യയിൽ നിന്നും നഷ്ടപ്പെട്ട ഫോൺ, മരുന്ന് വാങ്ങാനുള്ള തിരക്കിനിടെ മോഷണം പോയ ഫോൺ, ആദ്യ ശമ്പളത്തിന് ആറ്റുനോറ്റു വാങ്ങിയ അത്രമേൽ പ്രിയപ്പെട്ട ഫോൺ, തന്റെ പ്രിയ സ്വപ്നമായ സിനിമയുടെ പാതി പൂർത്തിയാക്കിയ തിരക്കഥയടങ്ങിയ ഫോൺ, അങ്ങനെ തിരിച്ചു കിട്ടില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചു കഴിയവേ സൈബർ സെല്ലിൽ നിന്നൊരു ഫോൺ തിരികെ ലഭിച്ചിട്ടുണ്ട്. SP ഓഫീസിൽ നിന്ന് കൈപ്പറ്റാം. അങ്ങനെ എത്തിച്ചേർന്നവരാണ് ഇവരെല്ലാം. പല കാലയളവിൽ നഷ്ടപ്പെട്ട 75 ഫോണുകൾ ഉടമകൾക്ക് തിരിച്ചു നൽകിയിരിക്കുകയാണ് കോട്ടയം പോലീസ്. SP ഷാഹുൽ ഹമീദ് ഫോണുകൾ കൈമാറി. നഷ്ടപ്പെട്ട ഫോണുകൾ റിക്കവർ ചെയ്തത് തിരിച്ചു കൊടുക്കുന്ന ഒരു ചടങ്ങാണ് രാവിലെ നമ്മൾ നടത്തിയത്. ഏകദേശം 70ഓളം ഫോണുകൾ, നഷ്ടപ്പെട്ട ഫോണുകൾ നമ്മൾ വീണ്ടെടുത്ത് അതിൻ്റെ ഉടമസ്ഥർക്ക് തിരിച്ചു കൊടുത്തു. കുറച്ച് വൈകാരികമായ ഒരു ചടങ്ങായിരുന്നു. പലർക്കും പെട്ടെന്ന് തന്നെ പാനിക്കാവും. കാരണം നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിവൈസാണ് ഫോൺ. നമ്മുടെ വ്യക്തിഗതമായിട്ടുള്ള വിവരങ്ങളും, ഇപ്പം നേരത്തെ ഒരാൾ പറഞ്ഞ പോലെ അമ്മയെ ആശുപത്രിയിൽ കൊണ്ടാക്കിയപ്പോൾ ഇൻഷുറൻസ് വിവരങ്ങൾ പോലും ഫോണിലായിരുന്നു. ആ ഫോണാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ അത് കഴിഞ്ഞ 6 മാസത്തോളമായിട്ട് ഫെബ്രുവരി മുതൽ നഷ്ടപ്പെട്ട പല ഫോണുകളാണ് നമ്മൾ റിക്കവർ ചെയ്ത് കൊടുത്തത്. ഇതൊരു പ്രത്യേക പദ്ധതിയോ കാര്യങ്ങളൊന്നും അല്ല. സൈബർ സെല്ലിൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനുകളിൽ നിരന്തരം നമ്മൾ ചെയ്തു വരുന്ന ഡ്യൂട്ടിയുടെ ഭാഗമാണ്. കോട്ടയം സൈബർ പോലീസ്, സൈബർ സെൽ എന്നിവർ സംയുക്തമായി നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമായാണ് ഫോണുകൾ തിരികെ ലഭിച്ചത്. ഉടമകൾക്കും സന്തോഷം. ഞാനൊരു സിനിമയുടെ തിരക്കഥ എഴുതി പൂർത്തിയാക്കിയത് ഫോണിലായിരുന്നു. അപ്പം ഞാൻ ഈ ജോലി ചെയ്യുക, യാത്ര ചെയ്യുക, ആ സമയങ്ങളിലാണ് ഇത് ഫോണിൽ എഴുതുക. അപ്പം ഈ ബുക്കിലേക്ക് എഴുതി മാറ്റുന്ന ഒരു സ്വഭാവമില്ല. അപ്പോൾ ഓൾറെഡി എനിക്കൊരു തിരക്കഥ കംപ്ലീറ്റ് ഇതിനകത്തുണ്ടായിരുന്നു. പിന്നീട് ഒരു നോവൽ കംപ്ലീറ്റ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കഥകൾ മൊത്തം ഇതിനകത്താണ്. അപ്പോൾ ഇത് പനി പിടിച്ച് ഹൈലെവലിൽ ബോധക്കേട് കിടക്കുമ്പം ഫോൺ പോയി എന്നറിഞ്ഞത് എൻ്റെ സകല പനിയും പോയി. കാരണം എന്താ വെച്ചാൽ എഴുത്ത് കംപ്ലീറ്റ് ചെയ്തില്ലേ. അപ്പം ഭയങ്കര ഈ കഴിഞ്ഞ ആഴ്ച കൂടെ ഞാനത് ഓർത്ത് മാനസികമായിട്ട് വിഷമിച്ചു. കാരണം എന്ന് വെച്ചാൽ ഇത്രയും വലിയ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഒരു വലിയ വിഷമത്തിലായിരുന്നു. പിന്നെ 40,000 രൂപയുടെ ഫോണായിരുന്നു. അപ്പോഴത്തേക്കും ഇനി എനിക്കൊരിക്കലും അത്ര ഒരു വലിയ ഫോൺ മേടിക്കാൻ പറ്റത്തില്ല. കാരണം സ്പേസ് വേണമല്ലോ എഴുതാനായിട്ടൊക്കെ. അപ്പം അങ്ങനെ ഒരു വലിയ വിഷമത്തിലായിരുന്നു. പിന്നെ ഒരു തരത്തിൽ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. കാരണം എന്ന് വെച്ചാൽ ഇനി ഒരിക്കലും നമുക്കൊരു സാധിക്കാത്തൊരു കാര്യമാണ്. പിന്നെ എഴുത്ത് തുടരണം. അങ്ങനെ ഒരുപാട് സന്തോഷം. ഉടനെ പിന്നെ മെഡിക്കൽ സ്റ്റോറിലെ ഉടമ CCTV നോക്കിയപ്പോൾ പറഞ്ഞു മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് കാണുന്നുണ്ട്. CCTV ദൃശ്യമുണ്ട്. ഞാൻ ഉടനെ പിന്നെ മുണ്ടക്കയം പോലീസ് സ്റ്റേഷനിൽ അവിടെ പോയി പരാതി നൽകി. അരുൺകുമാർ സാറായിരുന്നു അന്ന്. വളരെ സജീവമായിട്ട് എൻ്റെ കൂടെ അന്ന് തന്നെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ വേണ്ടി അങ്ങ് പോയപ്പോൾ ഇത് കൊണ്ടൊരു 4 മണിക്കൂർ സാറ് ഞങ്ങളുടെ മെനക്കെട്ട് വന്നു. അതായത് കൊക്കാര വരെ ഞങ്ങൾ പോയി. അവിടുത്തെ പ്രതിദിനം ഇതിന്റെ ലൊക്കേഷൻ നഷ്ടപ്പെട്ടു പോയി. സാറ് അവിടെ പറഞ്ഞത് അവർ സിം കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. സൈബർ സെല്ലിൽ ഇത് നമുക്ക് ഫോൺ കിട്ടും, ആരെങ്കിലും ഉപയോഗിച്ചാൽ കിട്ടുന്നു. ആ ഒരു വിശ്വാസം നമ്മൾ സൈബർ സെല്ലിൽ രജിസ്റ്റർ ചെയ്തു. അതിന് കുറെ ആളായിട്ട് പിന്നെ നഷ്ടപ്പെട്ടെന്നുള്ളതാണ് വിചാരിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സൈബർ സെല്ലിൽ വിളിച്ചു പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. കോട്ടയം മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്നാണ് കൂടുതൽ മൊബൈലുകളും മോഷണം നടന്നിട്ടുള്ളത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ മെഡിക്കൽ കോളേജിൽ പ്രത്യേക സ്ക്വാഡിന്റെ നിരീക്ഷണം ഉണ്ടാകുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. ജനം, കോട്ടയം. തുടക്കത്തിൽ പറഞ്ഞതുപോലെ വാർത്തകളാൽ സമ്പന്നമായ ദിവസമാണെന്ന് ഒരുപാട് വാർത്തകളുടെ അപ്ഡേറ്റ്സും പ്രതീക്ഷിക്കുന്ന ദിവസം. എന്തായാലും പുത്തൻപുലരിയുടെ സമയം ഇവിടെ സമാപിക്കുകയാണ്. പക്ഷേ വാർത്തകൾ അവസാനിക്കുന്നില്ല. ലൈവ് റിപ്പോർട്ട്സിൽ VS കൃഷ്ണരാജ് എത്തും. ഇതോടുകൂടി ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്തേ.